Welcome to all. I am Deshmi. I am taking the classes of Introduction to Information Technology. Let us start first module. Fundamentals of Computer Technology. In this module, we are going to cover the basics of computer. So, let's first understand what computers are. The word computer comes from the word compute, which means to calculate. Computer is an electronic device that receives input, stores or processes the input as per user instructions and provides output in desired format. കമ്പ്യൂട്ടർ ഒരു ഇലക്ട്രോണിക് ഡിവൈസാണ്. ഈ ഇലക്ട്രോണിക് ഡിവൈസ് യൂസറിൽ നിന്നും ഇൻപുട്ടിനെ റിസീവ് ചെയ്ത് ഒന്നുകിൽ ആ റിസീവ് ചെയ്ത ഇൻപുട്ടിനെ മെമ്മറിയിലേക്ക് സ്റ്റോർ ചെയ്യുന്നു, അല്ലെങ്കിൽ യൂസർ നൽകുന്ന ഇൻസ്ട്രക്ഷൻസിനനുസരിച്ച് പ്രോസസ്സിംഗ് നടത്തി നമുക്കൊരു റിസൾട്ട് പ്രൊവൈഡ് ചെയ്യുന്നു. ഇപ്പോൾ കമ്പ്യൂട്ടർ എന്ന് പറഞ്ഞാൽ ഒരു ഇലക്ട്രോണിക് ഡിവൈസാണ്. യൂസർ നൽകുന്ന ഇൻപുട്ടിനെ യൂസർ നൽകുന്ന ഇൻസ്ട്രക്ഷൻസിനനുസരിച്ച് പ്രോസസ്സിംഗ് നടത്തി നമുക്കാവശ്യമായ റിസൾട്ട് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ഇലക്ട്രോണിക് ഡിവൈസാണ് കമ്പ്യൂട്ടർ. ഹിയർ user input is called data. Any raw information, raw facts or figures are called data. This data is processed upon by the computer. This processing is done as per the instructions given by the user. And depending on the process, an output is given. For example, I want to add two numbers, say 6 plus 4. I will input the two numbers 6 and 4. Process that will be done by the computer is addition. That is 6 plus 4 will be done. And the output that will be given to us is 10. ഇവിടെ അഡീഷൻ എന്ന് പറയുന്ന ഒരു ഓപ്പറേഷൻ കമ്പ്യൂട്ടറിൽ പെർഫോം ചെയ്യാൻ പോവുകയാണ്. നമ്മൾ ഇൻപുട്ടായിട്ട് കൊടുക്കുന്ന രണ്ട് നമ്പേഴ്സാണ് 6ഉം 4ഉം. ഇവിടെ കമ്പ്യൂട്ടറിൽ പെർഫോം ചെയ്യുന്ന പ്രോസസ്സാണ് അഡീഷൻ. 6ഉം 4ഉം ഇൻപുട്ടാണ്. ഈ ഇൻപുട്ടിൽ അഡീഷൻ എന്ന ഓപ്പറേഷൻ പെർഫോം ചെയ്ത് കമ്പ്യൂട്ടർ നമുക്ക് 10 എന്ന റിസൾട്ട് പ്രൊവൈഡ് ചെയ്യുന്നു. വി ക്യാൻ യൂസ് കമ്പ്യൂട്ടർ ടു ടൈപ്പ് എ ഡോക്യുമെൻറ്റ്, സെൻഡ് ഇമെയിൽ, ബ്രൗസ് ദ ഇൻ്റർനെറ്റ്, എക്സെട്ര. കമ്പ്യൂട്ടർ കൺസിസ്റ്റ് ഓഫ് ഹാർഡ്വെയർ ആൻഡ് സോഫ്റ്റ്വെയർ. ഹാർഡ്വെയർ ഇസ് ദ ഫിസിക്കൽ കമ്പ്യൂട്ടർ എക്യുപ്മെൻറ്റ്. ദറ്റ് ഈസ് എനി പാർട്ട് ഓഫ് യുവർ കമ്പ്യൂട്ടർ ദാറ്റ് ഹാസ് എ ഫിസിക്കൽ സ്ട്രക്ചർ. ഫോർ എക്സാമ്പിൾ കമ്പ്യൂട്ടർ മോണിറ്റർ ഓർ കീബോർഡ്. ഒരു കമ്പ്യൂട്ടറിലെ ഫിസിക്കൽ എക്യുപ്മെൻറ്റ്സിനെയാണ് ഹാർഡ്വെയർ എന്ന് പറയുന്നത്. അതായത് കമ്പ്യൂട്ടറിൻ്റെ മോണിറ്റർ, മൗസ്, കീബോർഡ് എന്നിവയൊക്കെ ഹാർഡ്വെയർ ഡിവൈസുകളാണ്. സോഫ്റ്റ്വെയർ ഈസ് എ സെറ്റ് ഓഫ് പ്രോഗ്രാംസ് വിച്ച് ഈസ് ഡിസൈൻഡ് ടു പെർഫോം എ വെൽ ഡിഫൈൻഡ് ഫംഗ്ഷൻ. പ്രോഗ്രാം എന്ന് പറഞ്ഞാൽ സെറ്റ് ഓഫ് ഇൻസ്ട്രക്ഷൻസ് ആണ്. സെറ്റ് ഓഫ് പ്രോഗ്രാംസിനെയാണ് സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത്. അതായത് ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ ടാസ്ക് പെർഫോം ചെയ്യാൻ വേണ്ടി യൂസർ ഡിസൈൻ ചെയ്ത് വെച്ചിരിക്കുന്ന സെറ്റ് ഓഫ് പ്രോഗ്രാംസ് ആണ് സോഫ്റ്റ്വെയർ. നെക്സ്റ്റ് ടോപ്പിക്, ഫീച്ചേഴ്സ് ഓഫ് കമ്പ്യൂട്ടർ. ഫസ്റ്റ് വൺ, സ്പീഡ്. കമ്പ്യൂട്ടർ ക്യാൻ പെർഫോം ഹ്യൂജ് വോളിയം ഓഫ് വർക്ക് വിത്തിൻ ഫ്യൂ സെക്കൻഡ്സ്. വളരെ കുറഞ്ഞ സമയത്തിനുള്ളിൽ ഒരുപാട് വർക്കുകൾ പെർഫോം ചെയ്യാൻ കമ്പ്യൂട്ടറിന് കഴിയും. ദറ്റ് ഈസ് കമ്പ്യൂട്ടർ ക്യാൻ എക്സിക്യൂട്ട് മില്യൺസ് ഓഫ് ഇൻസ്ട്രക്ഷൻസ് പെർ സെക്കൻഡ്. ഒരു സെക്കൻഡിനുള്ളിൽ മില്യൺസ് ഓഫ് ഇൻസ്ട്രക്ഷൻസിനെ എക്സിക്യൂട്ട് ചെയ്യാൻ കഴിയുന്ന ഒരു ഇലക്ട്രോണിക് ഡിവൈസാണ് കമ്പ്യൂട്ടർ. അതായത് കമ്പ്യൂട്ടറിൻ്റെ സ്പീഡ് വളരെ കൂടുതലാണ്. സെക്കൻഡ്, ആക്യുറസി. ഫിവർ എറേഴ്സ് ഇൻ ദ ഔട്ട്പുട്ട് ആൻഡ് പ്രിസിഷൻ വിത്ത് വിച്ച് കമ്പ്യൂട്ടേഷൻസ് ആർ പെർഫോംഡ്. കമ്പ്യൂട്ടേഷൻസ് ചെയ്യുന്ന സമയത്ത് ഉണ്ടാകുന്ന എറേഴ്സ് എന്ന് പറഞ്ഞാൽ വളരെ കുറവാണ്. അതായത് കമ്പ്യൂട്ടറിൻ്റെ ആക്യുറസി വളരെ കൂടുതലാണ്. ആക്യുറസി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കമ്പ്യൂട്ടർ നമുക്ക് നൽകുന്ന റിസൾട്ടുകൾ എപ്പോഴും എറർ ഫ്രീ ആയിരിക്കും. ഇനി എന്തെങ്കിലും ഒരു എറർ റിസൾട്ടിൽ ഉണ്ടായാൽ അത് നമ്മൾ ചെയ്തിരിക്കുന്ന പ്രോഗ്രാമിൽ ഉണ്ടാകുന്ന മിസ്റ്റേക്കുകളാണ്, അല്ലെങ്കിൽ ആ ഒരു പ്രോസസ്സ് ചെയ്യാൻ വേണ്ടി യൂസർ നൽകിയിരിക്കുന്ന ഇൻസ്ട്രക്ഷൻസിൽ ഉണ്ടായ മിസ്റ്റേക്കുകൾ കാരണമായിരിക്കാം നമ്മളുടെ ഔട്ട്പുട്ടിലും എറേഴ്സ് ഉണ്ടാകുന്നത്. അല്ലാതെ ഒരിക്കലും കമ്പ്യൂട്ടർ നൽകുന്ന റിസൾട്ടിൽ എറേഴ്സ് ഉണ്ടാകാനുള്ള ചാൻസ് ഇല്ല. നെക്സ്റ്റ്, വേഴ്സറ്റാലിറ്റി. കമ്പ്യൂട്ടർ ക്യാൻ ബി യൂസ്ഡ് ടു പെർഫോം മെനി ഡിഫറെൻറ്റ് കൈൻഡ് ഓഫ് പ്രോസസ്സിംഗ് ടാസ്ക്.
പല തരത്തിലുള്ള പ്രോസസ്സിംഗ് ടാസ്കുകൾ പെർഫോം ചെയ്യാൻ കമ്പ്യൂട്ടറിന് കഴിയും. ദിസ് കമ്പ്യൂട്ടേഴ്സ് ആർ വേഴ്സറ്റൈൽ in their functioning. They can perform activities ranging from simple calculations to complex modeling. സിമ്പിൾ ആയിട്ടുള്ള കാൽക്കുലേഷൻസ് മുതൽ കോംപ്ലക്സ് ആയിട്ടുള്ള മോഡലിംഗ് പോലുള്ള ടാസ്കുകൾ വരെ കമ്പ്യൂട്ടറിനെ കൊണ്ട് ചെയ്യാൻ സാധിക്കും. അതായത് കമ്പ്യൂട്ടർ നമ്മൾ പല ഫീൽഡുകളിലും യൂസ് ചെയ്യാറുണ്ട്. പല രീതിയിലുള്ള വർക്കുകളും ചെയ്യാൻ വേണ്ടി നമ്മൾ കമ്പ്യൂട്ടേഴ്സ് ഉപയോഗിക്കാറുണ്ട്. ഇങ്ങനെയുള്ള പല ടാസ്കുകളും ചെയ്യാനുള്ള കഴിവ് കമ്പ്യൂട്ടറിനുണ്ട്. നെക്സ്റ്റ്, സ്റ്റോറേജ്. കമ്പ്യൂട്ടർ ഹാസ് ദ കേപ്പബിലിറ്റി ടു സ്റ്റോർ ലാർജ് വോളിയം ഓഫ് ഡേറ്റ. അതായത് ഒരുപാട് എമൗണ്ട് ഓഫ് ഡേറ്റ സ്റ്റോർ ചെയ്യാൻ കഴിയും. കമ്പ്യൂട്ടറിൻ്റെ സ്റ്റോറേജ് എന്ന് പറഞ്ഞാൽ കമ്പ്യൂട്ടർ മെമ്മറിയാണ്. അപ്പോൾ കമ്പ്യൂട്ടർ മെമ്മറിയിലേക്ക് ഒരുപാട് എമൗണ്ട് ഓഫ് ഡേറ്റ, ഹ്യൂജ് വോളിയംസ് ഓഫ് ഡേറ്റ നമുക്ക് സ്റ്റോർ ചെയ്ത് വയ്ക്കാൻ സാധിക്കും. നെക്സ്റ്റ്, ഓട്ടോമാറ്റിക്. വൺസ് ദ കമാൻഡ് ഈസ് ഗിവൺ ടു ദ കമ്പ്യൂട്ടർ, ഇറ്റ് ക്യാൻ പെർഫോം ദ ജോബ് വിത്തൗട്ട് ദ നീഡ് ഓഫ് ഹ്യൂമൻ ഇൻ്റർവെൻഷൻ. ഏതെങ്കിലും ഒരു ടാസ്ക് കമ്പ്യൂട്ടറിൽ ചെയ്യണമെങ്കിൽ അതിനാവശ്യമായിട്ടുള്ള കമാൻഡ് കൊടുത്തു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഇൻസ്ട്രക്ഷൻസ് കൊടുത്തു കഴിഞ്ഞാൽ ആ ഇൻസ്ട്രക്ഷൻസിനനുസരിച്ച് കമ്പ്യൂട്ടർ ആ ടാസ്ക് പെർഫോം ചെയ്യും. അതിന് ഒരു ഹ്യൂമൻ ഇൻ്റർവെൻഷൻ ആവശ്യമില്ല. നെക്സ്റ്റ്, യൂസർ ഇൻപുട്ട്. കമ്പ്യൂട്ടർ നീഡ് ഇൻസ്ട്രക്ഷൻസ് ഫ്രം യൂസേഴ്സ് ടു എൻഹാൻസ് ദ പ്രോസസ്സ്. കമ്പ്യൂട്ടർ എന്ന് പറഞ്ഞാൽ ഒരു ഇലക്ട്രോണിക് ഡിവൈസ് ആണ്. ഇവിടെ നമ്മൾ നൽകുന്ന ഇൻസ്ട്രക്ഷൻസിനനുസരിച്ച് നമ്മൾ നൽകുന്ന ഇൻപുട്ടിൽ പ്രോസസ്സിംഗ് നടത്തുകയാണ്. അതായത് കമ്പ്യൂട്ടറിൽ എന്ത് വർക്ക് ചെയ്യണമെങ്കിലും അതിനാവശ്യമായിട്ടുള്ള ഇൻപുട്ടും അതേപോലെ തന്നെ യൂസർ കമാൻഡും കൊടുത്തിരിക്കണം. അതാണ് കമ്പ്യൂട്ടർ ഇൻപുട്ട് ഉണ്ടെങ്കിൽ, യൂസർ ഇൻപുട്ട് ഉണ്ടെങ്കിൽ മാത്രമേ കമ്പ്യൂട്ടറിൽ ഏതെങ്കിലും ഒരു ടാസ്ക് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ഇപ്പോൾ ഫീച്ചേഴ്സ്, കമ്പ്യൂട്ടറിൻ്റെ ഫീച്ചേഴ്സ് എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് വൺ സ്പീഡ്, സെക്കൻഡ് ആക്യുറസി, തേർഡ് വേഴ്സറ്റാലിറ്റി, ഫോർത്ത് സ്റ്റോറേജ്, ഫിഫ്ത്ത് ഓട്ടോമാറ്റിക്, സിക്സ്ത് യൂസർ ഇൻപുട്ട്. നെക്സ്റ്റ് ടോപ്പിക്, ഡിസഡ്വാൻറ്റേജസ് ഓഫ് കമ്പ്യൂട്ടേഴ്സ്. കമ്പ്യൂട്ടറിന് ഒരുപാട് അഡ്വാൻറ്റേജസ് ഉണ്ട്, അതുപോലെ തന്നെ ഒരുപാട് ലിമിറ്റേഷൻസ് ഉണ്ട്, അല്ലെങ്കിൽ ഡിസഡ്വാൻറ്റേജസും ഉണ്ട്. ഫസ്റ്റ് വൺ എന്ന് പറഞ്ഞാൽ അൺഎംപ്ലോയ്മെൻറ്റ്. കമ്പ്യൂട്ടേഴ്സ് റെഡ്യൂസ് ദ നീഡ് ഓഫ് പീപ്പിൾ ആൻഡ് ഇൻക്രീസസ് അൺഎംപ്ലോയ്മെൻറ്റ് ഇൻ സൊസൈറ്റി. കമ്പ്യൂട്ടർ വന്നതോടുകൂടി ഉണ്ടായ ഏറ്റവും വലിയ ഒരു പ്രോബ്ലം എന്ന് പറഞ്ഞാൽ അൺഎംപ്ലോയ്മെൻ്റ് ആണ്. അതായത് പല ആൾക്കാർക്കും ജോലി നഷ്ടപ്പെട്ടു അല്ലെങ്കിൽ തൊഴിലവസരങ്ങൾ നഷ്ടപ്പെട്ടു എന്നുള്ളത് കമ്പ്യൂട്ടറിൻ്റെ ഏറ്റവും വലിയൊരു ഡിസഡ്വാൻറ്റേജ് ആണ്. ഇവിടെ തൊഴിലവസരങ്ങൾ നഷ്ടപ്പെടുക എന്ന് പറഞ്ഞാൽ പഴയ കാലത്ത് നമ്മൾ മിക്കവാറും എല്ലാ വർക്കുകളും, ഓഫീസ് വർക്കുകളും ചെയ്തുകൊണ്ടിരുന്നത് മാനുവലായിട്ടായിരുന്നു. അപ്പം മാനുവലായിട്ട് ചെയ്തുകൊണ്ടിരുന്ന വർക്കുകളെല്ലാം ഇപ്പോൾ കമ്പ്യൂട്ടറൈസ്ഡ് ആക്കിയതോടുകൂടി ഒരുപാട് എംപ്ലോയീസിന് അവരുടെ ജോലി നഷ്ടപ്പെട്ടു. അതുപോലെ ഒരുപാട് ജോലിക്ക് വേണ്ടിയുള്ള അവസരങ്ങൾ നഷ്ടപ്പെട്ടു. അപ്പം അൺഎംപ്ലോയ്മെൻറ്റ് എന്ന് പറയുന്നത് കമ്പ്യൂട്ടർ വന്നതോടുകൂടി ഉണ്ടായ ഏറ്റവും വലിയൊരു പ്രോബ്ലമാണ്. സെക്കൻഡ്, വേസ്റ്റേജ് ഓഫ് ടൈം ആൻഡ് എനർജി. മെനി പീപ്പിൾ യൂസ് കമ്പ്യൂട്ടേഴ്സ് ഫോർ നോൺ പ്രൊഡക്റ്റീവ് പർപ്പസ്. ഇറ്റ് കോസ് വേസ്റ്റേജ് ഓഫ് ടൈം ആൻഡ് എനർജി. ഒരുപാട് ആൾക്കാർ കമ്പ്യൂട്ടറിനെ നോൺ പ്രൊഡക്റ്റീവ് പർപ്പസിന് വേണ്ടി ഉപയോഗിക്കുന്നു. നോൺ പ്രൊഡക്റ്റീവ് പർപ്പസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, അതായത് as you know, young generations is now spending more time on the social media like Facebook, Twitter, etc. അതായത് നമ്മളുടെ ഇപ്പോഴത്തെ യങ് ജനറേഷൻസ് എന്ന് പറഞ്ഞാൽ ഒരുപാട് ടൈം സ്പെൻഡ് ചെയ്യുന്നത് നമ്മുടെ സോഷ്യൽ മീഡിയകൾ ഉപയോഗിച്ചുകൊണ്ടോ, അതായത് ഫേസ്ബുക്ക്, ട്വിറ്റർ പോലുള്ള സോഷ്യൽ മീഡിയകൾ ഉപയോഗിക്കുകയോ അല്ലെങ്കിൽ ഗെയിംസ് കളിക്കുകയോ ചാറ്റിംഗ് നടത്തുകയോ ഒക്കെ ചെയ്തുകൊണ്ട് അവരുടെ ഒരുപാട് ടൈമും എനർജിയും ഒക്കെ വേസ്റ്റ് ചെയ്യാറുണ്ട്. അപ്പം ഇങ്ങനെ ചെയ്യുന്നത് കൊണ്ട് ഇത് നമ്മളുടെ സ്റ്റഡീസിനെയും അതുപോലെ നമ്മളുടെ ഹെൽത്തിനെയും ഒക്കെ ഒരുപാട് എഫക്റ്റ് ചെയ്യുന്നു. അതാണ് സെക്കൻഡ് ഡിസഡ്വാൻറ്റേജ്, വേസ്റ്റേജ് ഓഫ് ടൈം ആൻഡ് എനർജി. തേർഡ്, ഡേറ്റ സെക്യൂരിറ്റി. ഡേറ്റ സ്റ്റോർഡ് ഓൺ എ കമ്പ്യൂട്ടർ ക്യാൻ ബി ആക്സസ്ഡ് ബൈ അൺഓതറൈസ്ഡ് പേഴ്സൺസ് ത്രൂ നെറ്റ്വർക്ക്. നമ്മളുടെ കമ്പ്യൂട്ടറിൽ സ്റ്റോർ ചെയ്തിരിക്കുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻസ്, നമ്മൾ കമ്പ്യൂട്ടറിൽ പല ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡോക്യുമെൻറ്റ്സും ഇൻഫർമേഷൻസ്, ഡേറ്റ ഒക്കെ സ്റ്റോർ ചെയ്യാറുണ്ട്. അങ്ങനെയുള്ള ഡേറ്റയെ നെറ്റ്വർക്ക് യൂസ് ചെയ്തുകൊണ്ടോ അല്ലെങ്കിൽ ഇൻ്റർനെറ്റ് യൂസ് ചെയ്തുകൊണ്ടോ ഒക്കെ അൺഓതറൈസ്ഡ് ആയിട്ടുള്ള ഒരുപാട് ആൾക്കാർ അതിനെ ആക്സസ് ചെയ്യാറുണ്ട്. അപ്പം അങ്ങനെ ആക്സസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അതിന് എക്സാമ്പിളാണ് നമ്മളുടെ ക്രെഡിറ്റ് കാർഡ് നമ്പർ ഹാക്ക് ചെയ്യുക. അതുപോലെ തന്നെ വലിയ വലിയ ഓർഗനൈസേഷൻസിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡേറ്റാസ് മോഷ്ടിക്കുക. ഇതൊക്കെ എന്ന് പറഞ്ഞാൽ
ഡേറ്റ സെക്യൂരിറ്റി പ്രോബ്ലംസ് ആണ്. അതായത് ഡേറ്റ സെക്യൂരിറ്റി, നമ്മുടെ കമ്പ്യൂട്ടറിൽ സ്റ്റോർ ചെയ്തിരിക്കുന്ന ഡേറ്റയ്ക്ക് സെക്യൂരിറ്റി പ്രൊവൈഡ് ചെയ്യാൻ പല സ്റ്റേജിലും നമുക്ക് കഴിയുന്നില്ല. നെക്സ്റ്റ്, കമ്പ്യൂട്ടർ ക്രൈംസ്. പീപ്പിൾ യൂസ് കമ്പ്യൂട്ടേഴ്സ് ഫോർ നെഗറ്റീവ് ആൻഡ് ഡിസ്ട്രക്റ്റീവ് ആക്ടിവിറ്റീസ്. കമ്പ്യൂട്ടർ ക്രൈമിന് ഒരു എക്സാമ്പിളാണ് നമ്മൾ നേരത്തെ പറഞ്ഞ ഹാക്കിംഗ് എന്ന് പറയുന്നത്. അതായത് ഒരുപാട് ആൾക്കാർ ഒരുപാട് നെഗറ്റീവ് പർപ്പസിന് വേണ്ടിയിട്ട്, അതായത് ഡിസ്ട്രക്റ്റീവ് ആക്ടിവിറ്റീസിന് വേണ്ടിയിട്ട് കമ്പ്യൂട്ടർ യൂസ് ചെയ്യാറുണ്ട്. അതായത് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ ക്രെഡിറ്റ് കാർഡ് നമ്പർ മോഷ്ടിക്കുക, നമ്മുടെ ഹാക്ക് ചെയ്യുക, അല്ലെങ്കിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻസ് ഹാക്ക് ചെയ്യുക, ഇതൊക്കെയെന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ ഓൺലൈൻ ഇപ്പോൾ കേൾക്കാറുണ്ട്, ഒരുപാട് ഓൺലൈൻ തട്ടിപ്പുകളൊക്കെ നടക്കാറുള്ള കാലമാണ്. അപ്പോൾ ഇങ്ങനെയുള്ളതൊക്കെയെന്ന് പറഞ്ഞാൽ കമ്പ്യൂട്ടർ ക്രൈംസിന് എക്സാമ്പിളാണ്. നെക്സ്റ്റ്, ഹെൽത്ത് റിസ്ക്. ദ ഇംപ്രോപ്പർ ആൻഡ് പ്രൊലോങ്ഡ് യൂസ് ഓഫ് കമ്പ്യൂട്ടർ ക്യാൻ റിസൾട്ട് ഇൻ ഇഞ്ചുറീസ് ഓർ ഡിസോർഡർ ഓഫ് ഹാൻഡ്സ്, റിസ്റ്റ്, ഐസ് എക്സെട്ര. അതായത് കമ്പ്യൂട്ടറിൻ്റെ അമിതമായ ഉപയോഗം ഒരുപാട് ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടാകാറുണ്ട്. ഹെൽത്ത് ഇഷ്യൂസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരുപാട് സമയം കമ്പ്യൂട്ടർ യൂസ് ചെയ്യുന്നത് കൊണ്ട് നമ്മളുടെ കണ്ണിന് ഒരുപാട് പ്രോബ്ലംസ് ഉണ്ടാകാറുണ്ട്. അതുപോലെ നമ്മുടെ ഹാൻഡ്സിന്, റിസ്റ്റിനൊക്കെ ഒരുപാട് ഇഷ്യൂസ് ഉണ്ടാകാറുണ്ട്. അപ്പോൾ നമ്മളോട് തന്നെ പറയാറുണ്ട്, ഒരുപാട് സമയം നമ്മൾ കമ്പ്യൂട്ടർ യൂസ് ചെയ്യരുത്, ഇടയ്ക്കിടയ്ക്ക് ഒരു 30 മിനിറ്റിന് ശേഷം ഒന്ന് ബ്രേക്ക് എടുത്തിട്ട് യൂസ് ചെയ്യണമെന്നൊക്കെ നമ്മളോട് പറയാറുണ്ട്. അപ്പം ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ കമ്പ്യൂട്ടർ യൂസ് ചെയ്യുന്നത് കാരണം ഒരുപാട് ഹെൽത്ത് പ്രോബ്ലംസ് ഉണ്ടാകുന്നു. നെക്സ്റ്റ്, ഇമ്പാക്റ്റ് ഓൺ എൻവയോൺമെൻറ്റ്. കമ്പ്യൂട്ടറിലെ ഏറ്റവും വലിയൊരു ഡിസഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ, കമ്പ്യൂട്ടറിൻ്റെ യൂസ് കൊണ്ടുള്ള ഏറ്റവും വലിയൊരു പ്രോബ്ലം എന്ന് പറഞ്ഞാൽ എൻവയോൺമെൻറ്റ് പൊല്യൂഷനാണ്. എൻവയോൺമെൻറ്റ് പൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ നമ്മളുടെ കമ്പ്യൂട്ടർ മാനുഫാക്ചറിങ് പ്രോസസ്സസും അതുപോലെ കമ്പ്യൂട്ടർ വേസ്റ്റുമൊക്കെ ഒരുപാട് പൊല്യൂഷൻസ് ഉണ്ടാക്കുന്നു. പൊല്യൂഷൻസ് ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ കമ്പ്യൂട്ടർ വേസ്റ്റുകൾ എന്ന് പറഞ്ഞാൽ ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരുപാട് ടോക്സിക് മെറ്റീരിയൽസ് റിലീസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള ടോക്സിക് മെറ്റീരിയൽസ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരുപാട് ഹെൽത്ത് പ്രോബ്ലംസ് ഒക്കെ ഉണ്ടാക്കാറുണ്ട്. അപ്പോൾ കമ്പ്യൂട്ടറിൻ്റെ പാർട്സുകൾ, ഉപയോഗശൂന്യമായ കമ്പ്യൂട്ടർ പാർട്സുകളൊക്കെ നമ്മൾ നല്ല രീതിയിൽ ആ വേസ്റ്റ് ഡിസ്പോസ് ചെയ്യാത്തത് കാരണം കുറേ നാൾ കിടന്നു കഴിയുമ്പോഴേക്കും ഒരുപാട് ടോക്സിക് മെറ്റീരിയൽസ് റിലീസ് ചെയ്യുന്നു. അപ്പം ഇങ്ങനെയുള്ള ടോക്സിക് മെറ്റീരിയൽസ് ഒരുപാട് ഹെൽത്ത് പ്രോബ്ലംസ് അല്ലെങ്കിൽ ഒരുപാട് എൻവയോൺമെൻറ്റ് പൊല്യൂഷൻസിന് കാരണമാകാറുണ്ട്. അപ്പോൾ ഇവിടെ കമ്പ്യൂട്ടറിൻ്റെ ഡിസഡ്വാൻറ്റേജസ് എന്ന് പറഞ്ഞത്, ഫസ്റ്റ് വൺ അൺഎംപ്ലോയ്മെൻറ്റ്, സെക്കൻഡ് വേസ്റ്റേജ് ഓഫ് ടൈം ആൻഡ് എനർജി, ഡേറ്റ സെക്യൂരിറ്റി, കമ്പ്യൂട്ടർ ക്രൈംസ്, ഹെൽത്ത് റിസ്ക്, ഇമ്പാക്റ്റ് ഓൺ എൻവയോൺമെൻറ്റ്. നെക്സ്റ്റ്, ആപ്ലിക്കേഷൻസ് ഓഫ് കമ്പ്യൂട്ടേഴ്സ്. കമ്പ്യൂട്ടറിന് ഒരുപാട് ആപ്ലിക്കേഷൻസ് ഉണ്ട്. അത് കമ്പ്യൂട്ടർ നമ്മൾ പല ഫീൽഡുകളിലും യൂസ് ചെയ്യാറുണ്ട്. അതിൽ ഫസ്റ്റ് ആപ്ലിക്കേഷനാണ് ബിസിനസ്. കമ്പ്യൂട്ടർ ഈസ് യൂസ്ഡ് ഇൻ ബിസിനസ് ഓർഗനൈസേഷൻസ് ഫോർ പേറോൾ കാൽക്കുലേഷൻസ്, സെയിൽസ് അനാലിസിസ്, ബഡ്ജറ്റിംഗ്, മാനേജിംഗ് എംപ്ലോയി ഡേറ്റാബേസ് എക്സെട്ര. അതായത് ബിസിനസ് ഫീൽഡിൽ ഒരുപാട് ആവശ്യങ്ങൾക്ക് വേണ്ടി കമ്പ്യൂട്ടർ നമ്മൾ ഉപയോഗിക്കാറുണ്ട്. ബിസിനസ് ഫീൽഡിൽ ഉപയോഗിക്കുക എന്ന് പറഞ്ഞാൽ ബിസിനസ് ഓർഗനൈസേഷൻസിൽ അവരുടെ പേറോൾ കാൽക്കുലേഷൻസിന് വേണ്ടി, സെയിൽസ് അനാലിസിസിന് വേണ്ടി, ബഡ്ജറ്റിങ്ങിന് വേണ്ടിയും എംപ്ലോയി ഡേറ്റാബേസ് മാനേജ് ചെയ്യുന്നതിന് വേണ്ടി ഒക്കെ കമ്പ്യൂട്ടർ യൂസ് ചെയ്യാറുണ്ട്. സെക്കൻഡ്, എഡ്യൂക്കേഷൻ. കമ്പ്യൂട്ടർ ടെക്നോളജി ഹാസ് എ ഡീപ്പ് ഇമ്പാക്റ്റ് ഓൺ ദ എഡ്യൂക്കേഷൻ സെക്ടർ. എഡ്യൂക്കേഷൻ സെക്ടറിൽ കമ്പ്യൂട്ടറിന് ഒരുപാട് ആപ്ലിക്കേഷൻസ് ഉണ്ട്. അതായത് ഇപ്പോൾ നമ്മൾ നടത്തുന്നത് പോലെയുള്ള ഓൺലൈൻ ക്ലാസ്സുകൾ, ഈ ഓൺലൈൻ ക്ലാസ്സുകളിൽ കമ്പ്യൂട്ടർ നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള ഓൺലൈൻ ക്ലാസ്സുകൾ, അതുപോലെ തന്നെ ഓൺലൈൻ കോഴ്സുകൾ, ഒരുപാട് ഓൺലൈൻ കോഴ്സുകൾ പല യൂണിവേഴ്സിറ്റികളും ഓഫർ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള ഈ ഓൺലൈൻ കോഴ്സുകൾ നമ്മൾ പഠിക്കുന്നുണ്ടെങ്കിലോ, അതുപോലെ തന്നെ നമുക്ക് പഠിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള ഇൻഫർമേഷൻസ് എന്തെങ്കിലും കളക്ട് ചെയ്യണമെങ്കിലോ ഒക്കെ നമ്മൾ കമ്പ്യൂട്ടർ ഒരുപാട് യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ ഇവിടെ കമ്പ്യൂട്ടറിൻ്റെ ആപ്ലിക്കേഷൻസ് ഏറ്റവും കൂടുതലുള്ള ഒരു ഫീൽഡാണ് എഡ്യൂക്കേഷൻ സെക്ടർ എന്ന് പറയുന്നത്. നെക്സ്റ്റ്, മാർക്കറ്റിംഗ്. മാർക്കറ്റേഴ്സ് യൂസ് കമ്പ്യൂട്ടർ സിസ്റ്റം ടു കളക്ട് ഇൻഫർമേഷൻ ഓൺ ദ ടൈപ്പ് ഓഫ് കസ്റ്റമേഴ്സ്, വാട്ട് കൈൻഡ്സ് ഓഫ് തിങ്സ് ദേ ആർ ബൈയിങ്, വൈ ദേ ആർ ബൈയിങ് ദം എക്സെട്ര. മാർക്കറ്റിംഗ് ഫീൽഡിൽ നമ്മൾ കമ്പ്യൂട്ടർ യൂസ് ചെയ്യാറുണ്ട്. അതായത് മാർക്കറ്റിംഗ് നടത്തുന്ന ആൾക്കാർ പല ഇൻഫർമേഷൻസ് കളക്ട് ചെയ്യാൻ വേണ്ടി കമ്പ്യൂട്ടർ ഉപയോഗിക്കുന്നു. അതായത് അവരുടെ പ്രൊഡക്റ്റുകൾ ഏത് ടൈപ്പ് ഓഫ് കസ്റ്റമേഴ്സാണ് വാങ്ങിക്കുന്നത്, ഏതൊക്കെ പ്രൊഡക്റ്റുകൾ എങ്ങനെയുള്ള കസ്റ്റമേഴ്സ് വാങ്ങിക്കുന്നു, എന്തുകൊണ്ട് അവരത് വാങ്ങിച്ചു, അങ്ങനെയുള്ള പല ഇൻഫർമേഷൻസും കളക്ട് ചെയ്ത് അവരുടെ മാർക്കറ്റിംഗ് ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടി ആവശ്യമായിട്ടുള്ള പല ഇൻഫർമേഷൻസും കളക്ട് ചെയ്യാൻ വേണ്ടി കമ്പ്യൂട്ടർ യൂസ് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ്, ബാങ്കിങ്. ദ അഡ്വെന്റ് ഓഫ് ദ യൂസേജ് ഓഫ് കമ്പ്യൂട്ടേഴ്സ് ഹാസ് ഇനോർമസ്ലി ഇൻക്രീസ് ദ ബാങ്കിങ് കേപ്പബിലിറ്റീസ് ഓഫ് ദ ബാങ്ക് and they are able to offer better and wider range of services to their customers.
ബാങ്കിങ്ങിൻ്റെ പല സർവീസസും ഇപ്പോൾ നമുക്ക് നൽകുന്നത് ഓൺലൈനായിട്ടാണ്. അതായത് ബാങ്കിൻ്റെ പല സേവനങ്ങൾക്കും നമ്മൾ പണ്ട് കാലത്ത് പോയിക്കൊണ്ടിരുന്നത് ബാങ്കിൽ നേരിട്ട് പോയി അവരുടെ സർവീസസ് എന്താണോ നമുക്ക് ആവശ്യമായത് അതിനുവേണ്ടി നമ്മൾ ബാങ്കിൽ നേരിട്ട് പോവുകയായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. അപ്പം അതുമൂലം ഒരുപാട് ബുദ്ധിമുട്ടുകളും ഉണ്ടാകാറുണ്ട്. അപ്പം അതൊക്കെ അവോയ്ഡ് ചെയ്യാൻ വേണ്ടി ഇപ്പോൾ ബാങ്കിൻ്റെ മിക്കവാറും എല്ലാ സേവനങ്ങളും ഓൺലൈനായിട്ട് അവൈലബിൾ ആണ്. അതായത് ഓൺലൈൻ ബാങ്കിങ്, ക്യാഷ് ട്രാൻസ്ഫർ, അങ്ങനെയുള്ള പല ഫെസിലിറ്റീസും അവർ ഓൺലൈനായിട്ട് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള ഫെസിലിറ്റീസൊക്കെ കസ്റ്റമേഴ്സിന് ഉപയോഗിക്കണമെങ്കിൽ എന്ത് വേണം? കമ്പ്യൂട്ടർ വേണം. അപ്പോൾ കമ്പ്യൂട്ടറിന് എന്ന് പറയുന്നത് ബാങ്കിങ് സെക്ടറിൽ ഒരുപാട് ആപ്ലിക്കേഷൻസ് ഉണ്ട്. ബാങ്കിൻ്റെ പല സേവനങ്ങളും കസ്റ്റമറിലേക്ക് വളരെ എളുപ്പത്തിൽ എത്തിക്കാൻ വേണ്ടി കമ്പ്യൂട്ടർ ഡിവൈസ് യൂസ് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ്, ഇൻഷുറൻസ് കമ്പനി മേക്ക് യൂസ് ഓഫ് കമ്പ്യൂട്ടേഴ്സ് ഫോർ ബെറ്റർ കസ്റ്റമർ സർവീസ്. കസ്റ്റമർ സർവീസ് ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടി മിക്കവാറും എല്ലാ ഇൻഷുറൻസ് കമ്പനികളും കമ്പ്യൂട്ടർ യൂസ് ചെയ്യുന്നു. അപ്പം ഇവിടെ ഉദ്ദേശിക്കുന്നത് ബെറ്റർ കസ്റ്റമർ സർവീസ്, പോളിസി മാനേജ്മെൻറ്റ്, പ്രീമിയം കളക്ഷൻ, ക്ലെയിം സെറ്റിൽമെൻറ്റ് തുടങ്ങിയവയാണ്. അതായത് അവരുടെ പോളിസി മാനേജ്മെൻ്റ് ആയാലും പ്രീമിയം എമൗണ്ട്, പോളിസിയുടെ പ്രീമിയം എമൗണ്ട് അവരുടെ കസ്റ്റമറിൽ നിന്നും കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ടായാലും അതുപോലെ ക്ലെയിം സെറ്റിൽമെൻറ്റിന് വേണ്ടിയിട്ട് ഒക്കെ നമ്മൾ കമ്പ്യൂട്ടർ ഡിവൈസ് യൂസ് ചെയ്യാറുണ്ട്. നെക്സ്റ്റ്, കമ്മ്യൂണിക്കേഷൻ. ഫോർ മെനി കമ്പനീസ് ഇമെയിൽ ഇസ് ദ പ്രിൻസിപ്പൽ മീൻസ് ഓഫ് കമ്മ്യൂണിക്കേഷൻ ബിറ്റ്വീൻ എംപ്ലോയീസ്, സപ്ലയേഴ്സ് ആൻഡ് കസ്റ്റമേഴ്സ്. ഇപ്പോൾ കമ്മ്യൂണിക്കേഷൻ അല്ലെങ്കിൽ ആശയവിനിമയത്തിന് വേണ്ടി കമ്പ്യൂട്ടർ നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. ഇവിടെ മിക്കവാറും എല്ലാ കമ്പനികളും എംപ്ലോയീസ് തമ്മിൽ അവരുടെ സപ്ലയേഴ്സ്, കസ്റ്റമേഴ്സും ഒക്കെയായിട്ട് കമ്മ്യൂണിക്കേഷൻ നടത്താൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു മീഡിയ എന്ന് പറഞ്ഞാൽ ഇലക്ട്രോണിക് മെയിലാണ്. അപ്പോൾ കമ്പ്യൂട്ടർ യൂസ് ചെയ്തുകൊണ്ട്, ഇലക്ട്രോണിക് മെയിൽ എന്ന സർവീസ് യൂസ് ചെയ്തുകൊണ്ട് എംപ്ലോയീസ് തമ്മിൽ അല്ലെങ്കിൽ കസ്റ്റമേഴ്സുമായിട്ടും അവിടെ സപ്ലയേഴ്സും ഒക്കെ ആയിട്ടും നല്ലൊരു കമ്മ്യൂണിക്കേഷൻ പോസിബിൾ ആകുന്നതിന് വേണ്ടി കമ്പ്യൂട്ടർ യൂസ് ചെയ്യുന്നു. ഇപ്പോൾ ആപ്ലിക്കേഷൻസ് ഓഫ് കമ്പ്യൂട്ടേഴ്സ് ബിസിനസ്, എഡ്യൂക്കേഷൻ, മാർക്കറ്റിംഗ്, ബാങ്കിങ്, ഇൻഷുറൻസ്, കമ്മ്യൂണിക്കേഷൻ. അപ്പോൾ ഇവിടെ നമ്മൾ ഫസ്റ്റ് മോഡ്യൂളിൻ്റെ ഫസ്റ്റ് പാർട്ടാണ് പഠിച്ചത്. ഫസ്റ്റ് പാർട്ടിൽ നമ്മൾ പഠിച്ചത് കമ്പ്യൂട്ടറിൻ്റെ ഒരു ഡെഫിനിഷൻ പഠിച്ചു. നെക്സ്റ്റ് പഠിച്ചത് കമ്പ്യൂട്ടറിൻ്റെ ഫീച്ചേഴ്സാണ്. അടുത്തതായിട്ട് നമ്മൾ പഠിച്ചത് കമ്പ്യൂട്ടറിൻ്റെ ഡിസഡ്വാൻറ്റേജസ് ആണ്. ലാസ്റ്റ് പഠിച്ചത് ആപ്ലിക്കേഷൻസ് ഓഫ് കമ്പ്യൂട്ടേഴ്സാണ്. ഇത്രയുമാണ് നമ്മളുടെ ഫസ്റ്റ് മോഡ്യൂളിൻ്റെ ഫസ്റ്റ് പാർട്ട് എന്ന് പറഞ്ഞത്, അതായത് ഫണ്ടമെൻ്റൽസ് ഓഫ് കമ്പ്യൂട്ടർ. നമ്മുടെ ഫസ്റ്റ് മോഡ്യൂളിൻ്റെ ഫസ്റ്റ് പാർട്ട്, അതായത് നമ്മളുടെ കമ്പ്യൂട്ടറിനെ കുറിച്ചുള്ള ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇത്രയും സമയം ഡിസ്കസ് ചെയ്തത്. അതായത് നമ്മളുടെ കമ്പ്യൂട്ടർ എന്താണ്, കമ്പ്യൂട്ടറിൻ്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണ്, അതിൻ്റെ ഡിസഡ്വാൻറ്റേജസ് എന്തൊക്കെയാണ്, അതേപോലെ തന്നെ അതിൻ്റെ ആപ്ലിക്കേഷൻസ് എന്തൊക്കെയാണ്. അപ്പോൾ ഇത്രയുമാണ് ഒരു കമ്പ്യൂട്ടറിനെ കുറിച്ച് ബേസിക്കായിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ. അപ്പോൾ അത്രയും നമ്മൾ കവർ ചെയ്ത് കഴിഞ്ഞു, അത്രയും ടോപ്പിക്സ്. അപ്പം അടുത്തതായിട്ട് നമുക്ക് പഠിക്കാനുള്ള ടോപ്പിക്കാണ് ഹിസ്റ്ററി ഓഫ് കമ്പ്യൂട്ടേഴ്സ്, കമ്പ്യൂട്ടറിൻ്റെ ചരിത്രം. ഇപ്പോൾ ഇവിടെ കമ്പ്യൂട്ടറിൻ്റെ ചരിത്രം അല്ലെങ്കിൽ ഹിസ്റ്ററി ഓഫ് കമ്പ്യൂട്ടേഴ്സ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മളിപ്പോൾ കാണുന്ന കമ്പ്യൂട്ടർ എന്ന ഡിവൈസ് കണ്ടുപിടിക്കുന്നതിന് മുൻപേ നമ്മൾ ഒരുപാട് ഡിവൈസുകൾ കാൽക്കുലേഷൻസിന് വേണ്ടി ഉപയോഗിച്ചിരുന്നു. അതായത് സിമ്പിളായിട്ടുള്ള കാൽക്കുലേഷൻസ്, അതായത് അഡീഷനോ സബ്ട്രാക്ഷനോ മൾട്ടിപ്ലിക്കേഷൻസോ ഡിവിഷനോ ഒക്കെ പെർഫോം ചെയ്യാൻ വേണ്ടി നമ്മൾ പല ഡിവൈസുകൾ ഉപയോഗിച്ച് പല ഡിവൈസുകൾ കണ്ടുപിടിച്ചാണ് അവസാനം നമ്മളുടെ ഇന്നത്തെ കമ്പ്യൂട്ടറിലേക്ക് എത്തിച്ചേർന്നത്. അപ്പോൾ കമ്പ്യൂട്ടർ എന്ന ഡിവൈസിലേക്ക് എത്തിച്ചേരുന്നതിന് മുൻപ് ഉണ്ടായിരുന്ന ഏതൊക്കെ ഡിവൈസുകളാണ് ഉണ്ടായിരുന്നത്, അത് എങ്ങനെയാണ്, ആര് കണ്ടുപിടിച്ചു, ഏത് കാലഘട്ടത്തിലാണ് അത് ഓരോ ഡിവൈസുകളായിട്ട് കണ്ടുപിടിച്ചത്, അങ്ങനെയുള്ള കാര്യങ്ങളാണ് നമുക്കിവിടെ ഹിസ്റ്ററി ഓഫ് കമ്പ്യൂട്ടേഴ്സിൽ പഠിക്കാനുള്ളത്. ദ കമ്പ്യൂട്ടർ ആസ് വി സീ ഇറ്റ് ടുഡേ ഈസ് എ റിസൾട്ട് ഓഫ് എക്സ്റ്റെൻസീവ് റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് ത്രൂ ദ ഡീക്കേഡ്സ്. ഇവിടെ നമ്മളിപ്പോൾ കാണുന്ന അല്ലെങ്കിൽ ഇപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന കമ്പ്യൂട്ടർ എന്ന് പറയുന്നത് ഒരുപാട് വർഷങ്ങളായിട്ടുള്ള റിസർച്ചിൻ്റെ അല്ലെങ്കിൽ കണ്ടുപിടുത്തങ്ങളുടെ ഫലമായി ഉണ്ടായതാണ്. അപ്പോൾ ആദ്യമേ നമ്മളിപ്പോൾ ഉപയോഗിക്കുന്ന ഈ കമ്പ്യൂട്ടർ അല്ല കണ്ടുപിടിച്ചത്. അതിനു മുൻപ് തന്നെ പല ഡിവൈസുകളിലൂടെ ഓരോരോ പുതിയതായിട്ട് പല കാര്യങ്ങൾ ആഡ് ചെയ്താണ് നമ്മളിപ്പോൾ ഉപയോഗിക്കുന്ന കമ്പ്യൂട്ടർ എന്ന മെഷീനിലേക്ക് എത്തിച്ചേർന്നത്. അതാണ് പറഞ്ഞിരിക്കുന്നത്. ഒരുപാട് വർഷങ്ങളായിട്ട് അല്ലെങ്കിൽ പതിറ്റാണ്ടുകളായി ഉണ്ടായ റിസർച്ചിൻ്റെയും അല്ലെങ്കിൽ ഡെവലപ്മെൻറ്റിൻ്റെയൊക്കെ ഫലമായിട്ടാണ് ഇപ്പോഴത്തെ കമ്പ്യൂട്ടറിലേക്ക് എത്തിച്ചേർന്നത്. ദ ഒറിജിൻ ഓഫ് കമ്പ്യൂട്ടർ ആൻഡ് എ ബ്രീഫ് ഹിസ്റ്ററി ഓഫ് ഇറ്റ്സ് ഇവല്യൂഷൻ ആർ ഔട്ട്ലൈൻ ബിലോ. അപ്പോൾ നമ്മൾ അടുത്തതായിട്ട് ഇനിയും പറയാൻ പോകുന്നത് കമ്പ്യൂട്ടറിൻ്റെ ഒറിജിൻ, അതുപോലെ തന്നെ കമ്പ്യൂട്ടറിൻ്റെ ഹിസ്റ്ററി.
അപ്പം ഏതെല്ലാം ഡിവൈസുകളാണ് നമ്മളുടെ കമ്പ്യൂട്ടർ എന്ന ഇപ്പോഴത്തെ ഡിവൈസിന് മുൻപായിട്ട് നമ്മൾ കാൽക്കുലേഷൻസിന് വേണ്ടി ഉപയോഗിച്ചു കൊണ്ടിരുന്നത് എന്നതാണ് നമ്മളിവിടെ പഠിക്കാൻ പോകുന്നത്. ഫസ്റ്റ്, അബാക്കസ്. The abacus was the earliest calculating machine, probably originated in China about 3000 years ago. ഏകദേശം 3000 വർഷങ്ങൾക്ക് മുൻപേ ചൈനയിൽ ഡെവലപ്പ് ചെയ്ത ഒരു കാൽക്കുലേറ്റിംഗ് മെഷീനാണ് അബാക്കസ് എന്ന് പറയുന്നത്. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും അബാക്കസ് അറിയാവുന്നതാണ്. നമ്മളെല്ലാവരും യൂസ് ചെയ്തിട്ടുള്ളതുമായിരിക്കാം, കണ്ടിട്ടുള്ളതുമായിരിക്കാം. നമുക്ക് പരിചയമുള്ള ഒരു ഡിവൈസാണ് അബാക്കസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ 3000 വർഷങ്ങൾക്ക് മുൻപേ ചൈനയിൽ ഡെവലപ്പ് ചെയ്ത ഒരു കാൽക്കുലേറ്റിംഗ് മെഷീനാണ്. അതായത് കാൽക്കുലേഷൻസ് മാത്രം ചെയ്യാൻ വേണ്ടി ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഒരു മെഷീനാണ് അബാക്കസ്. അബാക്കസ് കൺസിസ്റ്റ് ഓഫ് എ റെക്ടാങ്കുലർ വുഡൻ ഫ്രെയിം വിത്ത് ഹൊറിസോണ്ടൽ റോഡ്സ്. അബാക്കസ് എന്ന് പറഞ്ഞാൽ അബാക്കസിൻ്റെ കമ്പോണൻസ് ആണ് പറയുന്നത്. അതിന് ഒരു വുഡൻ ഫ്രെയിമുണ്ട്, തടി കൊണ്ടുണ്ടാക്കിയ ഒരു ഫ്രെയിമുണ്ട്. അതിനകത്തിൽ കുറേ ഹൊറിസോണ്ടൽ റോഡ്സ് പ്ലേസ് ചെയ്തിരിക്കുന്നു. Beads made of stones, pearls, wood are placed in these rods. ഈ വുഡൻ ഫ്രെയിമിനകത്തിലുള്ള ഓരോ റോഡ്സിലും സ്റ്റോൺ കൊണ്ടോ പേൾ കൊണ്ടോ വുഡ് കൊണ്ടോ ഒക്കെ ഉണ്ടാക്കിയ ബീഡ്സ് എന്ന് വെച്ചാൽ മുത്തുകൾ പ്ലേസ് ചെയ്തിരിക്കുകയാണ്. അപ്പം ഇതിൻ്റെ സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ, അബാക്കസിൻ്റെ സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ, ഒരു റെക്ടാങ്കുലർ വുഡൻ ഫ്രെയിം ഉണ്ട്. അതിനകത്തിൽ ഹൊറിസോണ്ടൽ റോഡ്സ് പ്ലേസ് ചെയ്തിരിക്കുന്നു. ഓരോ റോഡിലും ബീഡ്സ് എന്നാൽ മുത്തുകൾ, അതായത് കല്ലുകൊണ്ടോ പേൾ കൊണ്ടോ തടി കൊണ്ടോ ഒക്കെ ഉണ്ടാക്കിയ മുത്തുകളാണ് ഇതിൽ പ്ലേസ് ചെയ്തിരിക്കുന്നത്. കൗണ്ടിങ് ഈസ് ഡൺ ബൈ ഷിഫ്റ്റിംഗ് ദ ബീഡ്സ് ഫ്രം വൺ പ്ലേസ് ടു അനദർ. ഇവിടെ കൗണ്ടിങ് നടത്താൻ വേണ്ടി ഈ മുത്തുകളെ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഷിഫ്റ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇറ്റ് ഈസ് എ ഹാൻഡ് യൂസ്ഡ് ഡിവൈസ് ഫോർ അഡീഷൻ ആൻഡ് സബ്ട്രാക്ഷൻ. അഡീഷനും സബ്ട്രാക്ഷനും പെർഫോം ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ഹാൻഡ് യൂസ്ഡ് ഡിവൈസാണ് അബാക്കസ് എന്ന് പറഞ്ഞു. അതായത് കൈകൊണ്ട് അഡീഷനും സബ്ട്രാക്ഷനും ചെയ്യാൻ സാധിക്കുന്ന ഒരു ഡിവൈസാണ് അബാക്കസ്. അപ്പം അബാക്കസിനെ കുറിച്ച് നമ്മൾ പറഞ്ഞത്, നമ്മൾ കമ്പ്യൂട്ടർ എന്ന ഡിവൈസ് ഉണ്ടാകുന്നതിന് മുൻപേ നമ്മൾ ആദ്യമായിട്ട് കാൽക്കുലേഷന് വേണ്ടി ഉപയോഗിച്ചു കൊണ്ടിരുന്ന ഒരു ഡിവൈസാണ് അബാക്കസ്. അപ്പോൾ അബാക്കസ് വാസ് ദ ഇയർലിയസ്റ്റ് കാൽക്കുലേറ്റിംഗ് മെഷീൻ. ഏറ്റവും ആദ്യമായിട്ട് നമ്മൾ കാൽക്കുലേഷന് വേണ്ടി ഉപയോഗിച്ചു കൊണ്ടിരുന്ന മെഷീനാണ് അബാക്കസ് എന്ന് പറയുന്നത്. ഇത് ഒറിജിനേറ്റ് ചെയ്തത് ചൈനയിലാണ്. അബാക്കസ് എന്ന് പറഞ്ഞാൽ ഒരു വുഡൻ ഫ്രെയിം ഉണ്ട്. അതിനകത്തിൽ ഹൊറിസോണ്ടൽ റോഡ്സ് പ്ലേസ് ചെയ്തിരിക്കുന്നു. അതിൽ ആ ഓരോ ഹൊറിസോണ്ടൽ റോഡ്സിലും ബീഡ്സ് എന്ന് പറഞ്ഞാൽ സ്റ്റോൺ കൊണ്ടോ പേൾ കൊണ്ടോ വുഡ് കൊണ്ടോ ഒക്കെ ഉണ്ടാക്കിയ ബീഡ്സ് ആയിരിക്കും ഓരോ റോഡിലും പ്ലേസ് ചെയ്തിരിക്കുന്നത്. ഇവിടെ നമ്മൾ കൗണ്ടിങ് നടത്താൻ വേണ്ടി ഈ മുത്തുകളെ അങ്ങോട്ടും ഇങ്ങോട്ടും ഷിഫ്റ്റ് ചെയ്തുകൊണ്ടാണ് ചെയ്യുന്നത്. അപ്പോൾ കൈകൊണ്ട് ഈ മെഷീൻ യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് അഡീഷനും സബ്ട്രാക്ഷനും ഓപ്പറേഷനും ഒക്കെ പെർഫോം ചെയ്യാൻ വളരെ എളുപ്പത്തിൽ സാധിക്കും. ഇവിടെ കാണുന്നത് ഒരു അബാക്കസിൻ്റെ പിക്ചറാണ്. അപ്പം അത് നിങ്ങൾക്കറിയാം, ഇവിടെ ഒരു വുഡൻ ഫ്രെയിം ഉണ്ട്. വുഡൻ ഫ്രെയിമിനകത്തിൽ റോഡ്സ് പ്ലേസ് ചെയ്തിരിക്കുന്നു. ഓരോ റോഡിലും മുത്തുകളുണ്ട്, അതായത് ബീഡ്സ് ഉണ്ട്. അപ്പം ഇതാണ് ഒരു അബാക്കസിൻ്റെ പിക്ചർ. നെക്സ്റ്റ്, നേപ്പിയേഴ്സ് ബോൺ. ജോൺ നേപ്പിയർ, എ സ്കോട്ടിഷ് മാത്തമാറ്റീഷ്യൻ, ഡെവലപ്ഡ് എ ഡിവൈസ് ഹാവിംഗ് എ സെറ്റ് ഓഫ് റോഡ്സ് മെയ്ഡ് ഓഫ് ബോൺസ് ഫോർ കാൽക്കുലേഷൻസ് ഇൻവോൾവിംഗ് മൾട്ടിപ്ലിക്കേഷൻ. അതായത് ഒരു സ്കോട്ടിഷ് മാത്തമാറ്റീഷ്യനായ ജോൺ നേപ്പിയർ ഡെവലപ്പ് ചെയ്ത ഒരു കാൽക്കുലേറ്റിംഗ് ഡിവൈസാണ് നേപ്പിയേഴ്സ് ബോൺ. അതായത് ബോൺസ് കൊണ്ടാണ് ഇവിടുത്തെ റോഡ്സ് ഉണ്ടാക്കിയിരിക്കുന്നത്. അതായത് ഈ ഒരു ഡിവൈസിലെ റോഡ്സ് എല്ലാം ഉണ്ടാക്കിയിരിക്കുന്നത് ബോൺസ് കൊണ്ടാണ്. കാൽക്കുലേഷന് വേണ്ടി, അതായത് പ്രത്യേകിച്ചും നമ്മൾ നേരത്തെ പഠിച്ചിരുന്ന അബാക്കസിനകത്തിൽ മൾട്ടിപ്ലിക്കേഷൻ ഓപ്പറേഷൻ ചെയ്യാൻ സാധിക്കില്ല. അതിൽ അഡീഷനും സബ്ട്രാക്ഷനും മാത്രമേ ചെയ്യാൻ പറ്റൂ. അതിൻ്റെ കൂടെ കുറച്ചുകൂടി കാര്യങ്ങൾ ആഡ് ചെയ്തുകൊണ്ട് ഡെവലപ്പ് ചെയ്തതാണ് നേപ്പിയേഴ്സ് ബോൺ. അപ്പോൾ ഇവിടെ അബാക്കസിന് ഇല്ലാത്ത ഒരു ഫീച്ചർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇതിൽ മൾട്ടിപ്ലിക്കേഷൻ ഓപ്പറേഷൻ പെർഫോം ചെയ്യാൻ സാധിക്കും. അതായത് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യാൻ ഈ ഒരു ഡിവൈസ് കൊണ്ട് സാധിക്കും. ഇവിടെ ജോൺ നേപ്പിയർ എന്ന് പറഞ്ഞ സയൻറ്റിസ്റ്റാണ്, അതായത് സ്കോട്ടിഷ് മാത്തമാറ്റീഷ്യനാണ്. അദ്ദേഹമാണ് നേപ്പിയേഴ്സ് ബോൺ കണ്ടുപിടിച്ചത്. ഈ ഡിവൈസിൽ കുറേ റോഡ്സ് ഉണ്ട്. റോഡ് എന്ന് പറഞ്ഞാൽ ഉണ്ടാക്കിയിരിക്കുന്നത് ബോൺസ് കൊണ്ടാണ്. അപ്പോൾ കാൽക്കുലേഷൻസിന് വേണ്ടി ഡെവലപ്പ് ചെയ്തിരിക്കുന്ന ഒരു ഡിവൈസാണ് നേപ്പിയേഴ്സ് ബോൺ. പ്രത്യേകിച്ചും കാൽക്കുലേഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇവിടെ മൾട്ടിപ്ലിക്കേഷനാണ്. മൾട്ടിപ്ലിക്കേഷൻ ഓപ്പറേഷൻ പെർഫോം ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു ഡിവൈസാണ് നേപ്പിയേഴ്സ് ബോൺ. ഇറ്റ് ഈസ് എ സെറ്റ് ഓഫ് ഗ്രാജുവേറ്റഡ് റോഡ്സ് as of wood or bone used for multiplication and division
ബേസ്ഡ് ഓൺ ദ പ്രിൻസിപ്പിൾസ് ഓഫ് ലോഗരിതം. അതായത് ലോഗരിതത്തിൽ യൂസ് ചെയ്യുന്ന പ്രിൻസിപ്പിളിനെ ബേസ് ചെയ്തുകൊണ്ട് മൾട്ടിപ്ലിക്കേഷൻ ഓപ്പറേഷൻ പെർഫോം ചെയ്യുകയാണ് ഇവിടെ നമ്മൾ അല്ലെങ്കിൽ നേപ്പിയേഴ്സ് ബോൺ എന്ന് പറയുന്ന ഡിവൈസിൽ ചെയ്യുന്നത്. അപ്പം നമ്മുടെ ഹിസ്റ്ററി ഓഫ് കമ്പ്യൂട്ടറിൽ നമ്മൾ പറയുന്ന രണ്ടാമത്തെ ഡിവൈസാണ് നേപ്പിയേഴ്സ് ബോൺ. ഡെവലപ്പ് ചെയ്ത സയൻറ്റിസ്റ്റ് അല്ലെങ്കിൽ മാത്തമാറ്റീഷ്യനാണ് ജോൺ നേപ്പിയർ. ജോൺ നേപ്പിയർ ഡെവലപ്പ് ചെയ്ത ഒരു കാൽക്കുലേറ്റിംഗ് ഡിവൈസാണ് നേപ്പിയേഴ്സ് ബോൺ. അപ്പം മെയിനായിട്ടും ഇത് ഫോക്കസ് ചെയ്യുന്നത് മൾട്ടിപ്ലിക്കേഷൻ ഓപ്പറേഷനാണ്. ഇവിടെ അഡീഷനും സബ്ട്രാക്ഷനും പെർഫോം ചെയ്യും. അതിനോടൊപ്പം തന്നെ അബാക്കസിൽ ചെയ്യാൻ കഴിയാത്ത മൾട്ടിപ്ലിക്കേഷൻ എന്ന ഓപ്പറേഷൻ കൂടി നേപ്പിയേഴ്സ് ബോണിൽ ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഇവിടെ കുറേ സെറ്റ് ഓഫ് റോഡ്സ് ഉണ്ട്. ഓരോ റോഡും ഉണ്ടാക്കിയിരിക്കുന്നത് മെയിനായിട്ടും ബോൺസ് ആണ്. ഇവിടെ വുഡും യൂസ് ചെയ്യാറുണ്ട്. വുഡ് അല്ലെങ്കിൽ ബോൺ യൂസ് ചെയ്തുകൊണ്ടാണ് ഓരോ റോഡ്സും ഉണ്ടാക്കിയിരിക്കുന്നത്. ഇവിടെ മൾട്ടിപ്ലിക്കേഷൻ ഓപ്പറേഷൻ, അതായത് ലോഗരിതത്തിൽ യൂസ് ചെയ്തിരിക്കുന്ന പ്രിൻസിപ്പിൾ, ലോഗരിതം പ്രിൻസിപ്പിൾസിനെ ബേസ് ചെയ്തുകൊണ്ട് മൾട്ടിപ്ലിക്കേഷനും അതുപോലെ ഡിവിഷൻ ഓപ്പറേഷൻസും ഒക്കെ നേപ്പിയേഴ്സ് ബോൺ യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് ചെയ്യാൻ സാധിക്കും. ഇനി ഇവിടെ കാണിച്ചിരിക്കുന്നത് നേപ്പിയേഴ്സ് ബോണിൻ്റെ ഒരു പിക്ചറാണ്. അപ്പം നമ്മൾ രണ്ട് കാൽക്കുലേറ്റിംഗ് ഡിവൈസുകൾ പഠിച്ചു. ഫസ്റ്റ് വൺ അബാക്കസ് ആയിരുന്നു, സെക്കൻഡ് നേപ്പിയേഴ്സ് ബോൺ. തേർഡ്, സ്ലൈഡ് റൂൾ. In 1620, an English mathematician developed a device called the slide rule, which looks like a modern ruler. അതായത് നമ്മളിപ്പോൾ ഉപയോഗിക്കുന്ന ഒരു റൂളർ എങ്ങനെയാണോ നമ്മളിപ്പോൾ ഉപയോഗിക്കുന്ന മോഡേൺ റൂളർ പോലെ തന്നെ കണ്ടാൽ അതുപോലെ തന്നെ ഇരിക്കുന്ന ഒരു ഡിവൈസാണ് സ്ലൈഡ് റൂൾ എന്ന് പറയുന്നത്. ഇത് 1620 ഇംഗ്ലീഷ് മാത്തമാറ്റീഷ്യനാണ് ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്. അപ്പം ഇവിടെ സ്ലൈഡ് റൂൾ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഫോട്ടോ കാണിക്കാം. അത് കണ്ടാൽ നമ്മൾ ഉപയോഗിക്കുന്ന റൂളർ പോലെ തന്നെയാണ് ഇരിക്കുന്നത്. ഡെവലപ്പ് ചെയ്തത് 1620. This device allowed the multiplication and division operations to be carried out moderately faster than prevailing methods. അതായത് നമ്മൾ നേരത്തെ ഉപയോഗിച്ചുകൊണ്ടിരുന്ന, ഇപ്പോൾ നിലനിൽക്കുന്ന ഏതെല്ലാം കാൽക്കുലേറ്റിംഗ് മെത്തേഡുകളുണ്ടോ ആ മെത്തേഡുകളെക്കാട്ടിലും കുറച്ചുകൂടി സ്പീഡിൽ ഓപ്പറേഷൻസ്, മൾട്ടിപ്ലിക്കേഷനും ഡിവിഷൻ ഓപ്പറേഷൻസും ഒക്കെ പെർഫോം ചെയ്യാൻ കഴിയുന്ന ഒരു ഡിവൈസാണ് സ്ലൈഡ് റൂൾ എന്ന് പറയുന്നത്. അപ്പം ഇവിടെ മെയിനായിട്ടും നമ്മൾ നേരത്തെ പഠിച്ച രണ്ട് ഡിവൈസുകളുണ്ട്, അതുപോലെ അബാക്കസും അതുപോലെ തന്നെ നേപ്പിയേഴ്സ് ബോൺ. അപ്പോൾ ഈ ഡിവൈസുകളിലൊക്കെ കാൽക്കുലേഷൻസ് ചെയ്യുന്നതിനെക്കാട്ടിലും കുറച്ചുകൂടി ഫാസ്റ്റായിട്ട് കാൽക്കുലേഷൻസ് ചെയ്യാൻ കഴിയുന്ന ഒരു ഡിവൈസാണ് സ്ലൈഡ് റൂൾ. അപ്പോൾ സ്ലൈഡ് റൂൾ എന്ന് പറയുന്ന ഡിവൈസ് കണ്ടുപിടിച്ചത് ഒരു ഇംഗ്ലീഷ് മാത്തമാറ്റീഷ്യനാണ്. 1620 ഇത് കണ്ടുപിടിച്ചത്. ഇപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന റൂളർ പോലെ തന്നെ കണ്ടാൽ അതുപോലെ തന്നെ തോന്നിക്കുന്ന ഒരു ഡിവൈസാണ് സ്ലൈഡ് റൂള്. ഈ ഡിവൈസ് മെയിനായിട്ടും എന്താണ് ചെയ്യുന്നത്? മൾട്ടിപ്ലിക്കേഷൻ, ഡിവിഷൻ ഓപ്പറേഷൻസ് പെർഫോം ചെയ്യാൻ സാധിക്കും. ഇത് നമ്മുടെ നിലനിൽക്കുന്ന പല മെത്തേഡുകളെക്കാട്ടിലും കുറച്ചുകൂടി ഫാസ്റ്ററായിട്ട് മൾട്ടിപ്ലിക്കേഷനും ഡിവിഷൻ ഓപ്പറേഷൻസും എല്ലാം സ്ലൈഡ് റൂൾ എന്ന ഡിവൈസിൽ ചെയ്യാൻ സാധിക്കും. Slide rules were used for many generations by engineers until the pocket calculator was invented. ഒരുപാട് വർഷങ്ങൾ സ്ലൈഡ് റൂൾ ഉപയോഗിച്ചുകൊണ്ടിരുന്നു. അതായത് എഞ്ചിനീയേഴ്സും അതുപോലെ സയൻറ്റിസ്റ്റുകളും ഒക്കെ ഈ കാൽക്കുലേഷൻസിന് വേണ്ടിയിട്ട് മെയിനായിട്ടും ഉപയോഗിച്ചുകൊണ്ടിരുന്നത് സ്ലൈഡ് റൂളായിരുന്നു. അതായത് പോക്കറ്റ് കാൽക്കുലേറ്റർ എന്ന് പറയുന്ന ഒരു ഡിവൈസ് കണ്ടുപിടിക്കുന്നത് വരെ എല്ലാ സയൻറ്റിസ്റ്റുകളും എഞ്ചിനീയേഴ്സും ഒക്കെ ഒരുപാട് വർഷങ്ങളായി ഉപയോഗിച്ചുകൊണ്ടിരുന്നത്, കാൽക്കുലേഷൻസിന് വേണ്ടി ഉപയോഗിച്ചുകൊണ്ടിരുന്നത് ഈ സ്ലൈഡ് റൂൾ എന്ന ഡിവൈസാണ്. അപ്പം സ്ലൈഡ് റൂൾ എന്ന് പറയുന്നത് നമ്മളുടെ മൂന്നാമത്തെ ഡിവൈസാണ്. ഇത് കണ്ടുപിടിച്ചത് 1620 ഒരു ഇംഗ്ലീഷ് മാത്തമാറ്റീഷ്യനാണ് ഡെവലപ്പ് ചെയ്തത്. സ്ലൈഡ് റൂൾ എന്ന് റൂൾ എന്ന് പറയുന്ന പേര് വരാൻ കാരണം റൂളർ പോലെയാണ് ഇരിക്കുന്നത്. ഈ ഡിവൈസിൽ മെയിനായിട്ടും മറ്റുള്ള മെത്തേഡുകളെ അപേക്ഷിച്ച് കുറച്ചുകൂടി ഫാസ്റ്റായിട്ട് മൾട്ടിപ്ലിക്കേഷനും ഡിവിഷൻ ഓപ്പറേഷനും ചെയ്യാൻ സാധിക്കും. ഇനി എഞ്ചിനീയേഴ്സും സയൻറ്റിസ്റ്റുകളുമൊക്കെ പോക്കറ്റ് കാൽക്കുലേറ്റർ കണ്ടുപിടിക്കുന്നത് വരെ ഒരുപാട് വർഷങ്ങളോളം കാൽക്കുലേഷൻസിന് വേണ്ടി ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഒരു ഡിവൈസാണ് സ്ലൈഡ് റൂൾ. നെക്സ്റ്റ്, സ്ലൈഡ് റൂളിൻ്റെ ഒരു പിക്ചറാണ് കാണിച്ചിരിക്കുന്നത്. അപ്പം അത് കണ്ടാൽ തന്നെ നമുക്കറിയാം നമ്മൾ ഉപയോഗിക്കുന്ന റൂളർ, ആ റൂളർ പോലെ തന്നെയാണ് ഇതിൻ്റെ പിക്ചർ കണ്ടാൽ. അപ്പോൾ ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്തത് 3 ഡിവൈസുകളാണ്. ഫസ്റ്റ് വൺ അബാക്കസ്, സെക്കൻഡ് നേപ്പിയേഴ്സ് ബോൺ, തേർഡ് സ്ലൈഡ് റൂൾ. ഇനി നാലാമത്തെ ഡിവൈസാണ് പാസ്കലൈൻ. ഇൻ 1642 ബ്ലെയ്സ് പാസ്കൽ, എ ഫ്രഞ്ച് മാത്തമാറ്റീഷ്യൻ, when he was only 19 years old, invented a calculating machine called Pascaline. അതായത് 1642 ബ്ലെയ്സ് പാസ്കൽ എന്ന് പറയുന്ന ഒരു ഫ്രഞ്ച് മാത്തമാറ്റീഷ്യൻ
അയാൾക്ക് 19 വയസ്സ് മാത്രം പ്രായമുള്ളപ്പോൾ കണ്ടുപിടിച്ച ഒരു കാൽക്കുലേറ്റിംഗ് മെഷീനാണ് പാസ്കലൈൻ. ഇപ്പോൾ പാസ്കലൈൻ എന്ന് പറയുന്ന ഡിവൈസ് കണ്ടുപിടിച്ചത് 1642 ബ്ലെയ്സ് പാസ്കലാണ്. ഒരു ഫ്രഞ്ച് മാത്തമാറ്റീഷ്യനാണ്. അയാൾക്ക് 19 വയസ്സ് മാത്രം പ്രായമുള്ള സമയത്ത് അയാൾ കണ്ടുപിടിച്ച ഒരു കാൽക്കുലേറ്റിംഗ് മെഷീനാണ് പാസ്കലൈൻ എന്ന് പറയുന്നത്. It was the first mechanical digital calculator that can perform addition and subtraction on whole numbers. whole numbersൽ അഡീഷനും സബ്ട്രാക്ഷനും പെർഫോം ചെയ്യാൻ കഴിയുന്ന ഒരു മെക്കാനിക്കൽ ഡിജിറ്റൽ കാൽക്കുലേറ്റർ ആണ് പാസ്കലൈൻ. പാസ്കലൈൻ വാസ് ഓൾസോ കോൾഡ് ആഡിംഗ് മെഷീൻ. പാസ്കലൈനെ വിളിക്കുന്ന മറ്റൊരു പേരാണ് ആഡിംഗ് മെഷീൻ. ഇപ്പോൾ പാസ്കലൈൻ എന്ന് പറഞ്ഞ ഡിവൈസ് കണ്ടുപിടിച്ചത് 1642 സയൻറ്റിസ്റ്റിൻ്റെ പേര് അല്ലെങ്കിൽ മാത്തമാറ്റീഷ്യൻ്റെ പേര് ബ്ലെയ്സ് പാസ്കൽ, ഫ്രഞ്ച് മാത്തമാറ്റീഷ്യനാണ്. പിന്നെ പറഞ്ഞത് ഇതൊരു മെക്കാനിക്കൽ ഡിജിറ്റൽ കാൽക്കുലേറ്റർ ആണ്. ഫസ്റ്റ് മെക്കാനിക്കൽ ഡിജിറ്റൽ കാൽക്കുലേറ്റർ ആണ്. അതായത് അഡീഷനും സബ്ട്രാക്ഷനും വോൾ നമ്പേഴ്സിൽ അഡീഷനും സബ്ട്രാക്ഷനും പെർഫോം ചെയ്യാൻ കഴിയുന്ന ഒരു മെക്കാനിക്കൽ ഡിജിറ്റൽ കാൽക്കുലേറ്റർ ആണ് പാസ്കലൈൻ ഡിവൈസ്. പാസ്കലൈനെ വിളിക്കുന്ന മറ്റൊരു പേരാണ് ആഡിംഗ് മെഷീൻ. പാസ്കലൈൻ വാസ് ഓൾസോ കോൾഡ് ആഡിംഗ് മെഷീൻ. നെക്സ്റ്റ് പാസ്കലൈൻ്റെ ഒരു പിക്ചറാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പം പാസ്കലൈൻ ഡിവൈസ് ഇപ്പം നമ്മൾ ഇതുവരെ പറഞ്ഞത് അബാക്കസ്, നേപ്പിയേഴ്സ് ബോൺ, സ്ലൈഡ് റൂൾ, പാസ്കലൈൻ. അടുത്ത ഡിവൈസാണ് ഡിഫറൻസ് എഞ്ചിൻ. ഇൻ 1822 ചാൾസ് ബാബേജ്, എ ബ്രിട്ടീഷ് മാത്തമാറ്റീഷ്യൻ, ഡെവലപ്ഡ് എ കമ്പ്യൂട്ടിംഗ് മെഷീൻ കോൾഡ് ഡിഫറൻസ് എഞ്ചിൻ. ചാൾസ് ബാബേജ് എന്ന് പറയുന്ന പേര് നമ്മൾക്കെല്ലാവർക്കും പരിചയമുള്ളതാണ്. അതായത് കമ്പ്യൂട്ടറിൻ്റെ പിതാവ്, ഫാദർ ഓഫ് കമ്പ്യൂട്ടർ എന്നറിയപ്പെടുന്ന ആളാണ് ചാൾസ് ബാബേജ്. അപ്പം 1822 ചാൾസ് ബാബേജ് ഡെവലപ്പ് ചെയ്ത ഒരു കമ്പ്യൂട്ടിംഗ് മെഷീനാണ് ഡിഫറൻസ് എഞ്ചിൻ. ഇറ്റ് ഈസ് എ സ്റ്റീം ഡ്രിവൺ ആൻഡ് കുഡ് കമ്പ്യൂട്ട് ടേബിൾസ് ഓഫ് നമ്പേഴ്സ് സച്ച് ആസ് ലോഗരിതം ടേബിൾസ്. ഇവിടെ ഡിഫറൻസ് എഞ്ചിൻ എന്ന് പറഞ്ഞാൽ സ്റ്റീം ഡ്രിവൺ ആണ്. അത് നീരാവി കൊണ്ട് പ്രവർത്തിക്കുന്ന ഒരു എഞ്ചിനാണ് ഡിഫറൻസ് എഞ്ചിൻ. അതായത് നമ്മുടെ ലോഗരിതം ടേബിളിൽ ചെയ്യാൻ കഴിയുന്ന പല കാൽക്കുലേഷൻസും ചെയ്യാൻ ഡിഫറൻസ് എഞ്ചിൻ നമ്മൾ ഉപയോഗിക്കാറുണ്ട്. അതായത് ലോഗരിതം ടേബിളിൽ ചെയ്യുന്നത് എന്നത് ഉദ്ദേശിക്കുന്നത് പോളിനോമിയൽ ഫംഗ്ഷൻസ്, അതുപോലെ അഡീഷൻ, സബ്ട്രാക്ഷൻ, മൾട്ടിപ്ലിക്കേഷൻ, ട്രിഗണോമെട്രിക് ഫംഗ്ഷൻസ്. ഇതെല്ലാം നമ്മൾ ട്രിഗണോമെട്രിക് ഫംഗ്ഷൻസ് ഒക്കെ പ്ലസ് ടുവിനൊക്കെ പഠിക്കുന്നതാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ട്രിഗണോമെട്രിക് ഫംഗ്ഷൻസും എല്ലാം ചെയ്യാൻ കഴിയുന്ന ഒരു മെഷീനാണ് ഡിഫറൻസ് എഞ്ചിൻ. ദിസ് വാസ് എക്സ്ട്രീംലി എക്സ്പെൻസീവ്. അപ്പോൾ ഒരുപാട് ചിലവ് കൂടുതൽ, ഒരുപാട് പൈസ ചിലവായിട്ട് ഒരുപാട് ചിലവാകുന്ന ഒരു മെഷീനാണ് ഡിഫറൻസ് എഞ്ചിൻ എന്ന് പറയുന്നത്. അതായത് എക്സ്പെൻസീവാണ്. ഒരുപാട് പൈസ ചിലവായാൽ മാത്രമേ ഈ ഡിവൈസ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ, അതുപോലെ കോസ്റ്റ് വാങ്ങിക്കാനായാലും കോസ്റ്റ് വളരെ കൂടുതലുള്ള ഒരു മെഷീനാണ് ഡിഫറൻസ് എഞ്ചിൻ എന്ന് പറയുന്നത്. ഇപ്പോൾ ഡിഫറൻസ് എഞ്ചിനെ കുറിച്ച് പറഞ്ഞത് 1822 ചാൾസ് ബാബേജ്, അതായത് ഒരു ബ്രിട്ടീഷ് മാത്തമാറ്റീഷ്യനാണ്. അദ്ദേഹം ഡെവലപ്പ് ചെയ്ത ഒരു കമ്പ്യൂട്ടിംഗ് മെഷീനാണ് ഡിഫറൻസ് എഞ്ചിൻ. ഡിഫറൻസ് എഞ്ചിൻ വർക്ക് ചെയ്യുന്നത് നീരാവി കൊണ്ടാണ്. സ്റ്റീം കൊണ്ട് പ്രവർത്തിക്കുന്ന ഒരു എഞ്ചിനാണ് ഡിഫറൻസ് എഞ്ചിൻ. ഇവിടെ ലോഗരിതം ടേബിളിൽ യൂസ് ചെയ്യുന്ന മിക്കവാറും എല്ലാ കാൽക്കുലേഷൻസും, അല്ലെങ്കിൽ ലോഗരിതം ടേബിൾ യൂസ് ചെയ്തുകൊണ്ട് ചെയ്യാൻ കഴിയുന്ന പല പല കാൽക്കുലേഷൻസും ചെയ്യാൻ ഡിഫറൻസ് എഞ്ചിൻ കൊണ്ട് സാധിക്കും. മെയിനായിട്ടും പറയുന്നത് നമ്മുടെ ട്രിഗണോമെട്രിക് ഫംഗ്ഷൻസ്, അതുപോലെ തന്നെ പോളിനോമിയൽ ഫംഗ്ഷൻസ് ഒക്കെ പെർഫോം ചെയ്യാൻ കഴിവുള്ള ഒരു മെഷീനാണ് ഡിഫറൻസ് എഞ്ചിൻ. അതുപോലെ വളരെ എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒരു മെഷീനുമാണ് ഡിഫറൻസ് എഞ്ചിൻ. ഡിഫറൻസ് എഞ്ചിൻ്റെ ഒരു പിക്ചറാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് കണ്ടാൽ തന്നെ അറിയാം വളരെ വലിയൊരു മെഷീനാണ്. ഇത് ഒരുപാട് എക്സ്പെൻസീവായിട്ടുള്ള, ഒരുപാട് പൈസ ചിലവാക്കി നിർമ്മിച്ചെടുത്ത ഒരു മെഷീനാണ് ഡിഫറൻസ് എഞ്ചിൻ. ഇത് കണ്ടുപിടിച്ച ആൾ ചാൾസ് ബാബേജാണ്. അപ്പം നമ്മൾ ഇതുവരെ പറഞ്ഞ ഡിവൈസുകൾ ഒന്നുകൂടി പറയുകയാണ്: അബാക്കസ്, നേപ്പിയേഴ്സ് ബോൺ, സ്ലൈഡ് റൂൾ, പാസ്കലൈൻ, ഡിഫറൻസ് എഞ്ചിൻ. നെക്സ്റ്റ് അനലിറ്റിക്കൽ എഞ്ചിൻ. In 1832, Charles Babbage developed another device called analytical engine, which was as large as a house. ഇനി നമ്മൾ നേരത്തെ പഠിച്ച ഡിഫറൻസ് എഞ്ചിൻ കണ്ടുപിടിച്ചത് ചാൾസ് ബാബേജ് ആയിരുന്നു. അദ്ദേഹം തന്നെ കണ്ടുപിടിച്ച ഒരു ഡിവൈസാണ് അനലിറ്റിക്കൽ എഞ്ചിൻ. 1832 ചാൾസ് ബാബേജ് ഡെവലപ്പ് ചെയ്ത ഒരു മെഷീനാണ്, കണ്ടുപിടിച്ച ഒരു മെഷീനാണ് അനലിറ്റിക്കൽ എഞ്ചിൻ. വിച്ച് വാസ് ലാർജ് ആസ് എ ഹൗസ്. അതായത് ഒരു വീടിനെ പോലെ തന്നെ, ഒരു വീട് എത്രത്തോളം സൈസ് ഉണ്ടോ അത്രത്തോളം വലുതായിട്ടുള്ള ഒരു മെഷീനാണ്, അത്രത്തോളം വലിപ്പമുള്ള ഒരു മെഷീനാണ്
അനലിറ്റിക്കൽ എഞ്ചിൻ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കതിൻ്റെ ഫോട്ടോ പിന്നീട് കാണാം. അപ്പം ഒന്നുകൂടെ മനസ്സിലാകും. അപ്പം 1832 ചാൾസ് ബാബേജ് ഡെവലപ്പ് ചെയ്ത ഒരു ഡിവൈസാണ് അനലിറ്റിക്കൽ എഞ്ചിൻ. അതായത് വളരെ വലിയൊരു മെഷീനാണ്, സൈസ് വളരെ കൂടുതലുള്ള ഒരു മെഷീനാണ് അനലിറ്റിക്കൽ എഞ്ചിൻ. ഇറ്റ് വാസ് പവേർഡ് ബൈ 6 സ്റ്റീം എഞ്ചിൻസ് ആൻഡ് വാസ് പ്രോഗ്രാമബിൾ. അതായത് പ്രോഗ്രാമബിൾ ആണ്. അതുപോലെ തന്നെ 6 ആവി എൻജിൻസ്, അതായത് സ്റ്റീം എൻജിൻസ് യൂസ് ചെയ്തുകൊണ്ടാണ് ഈ ഒരു മെഷീൻ പ്രവർത്തിക്കുന്നത്. അപ്പോൾ ഇത് വർക്ക് ചെയ്യണമെങ്കിൽ ഇതിന് 6 സ്റ്റീം എൻജിൻസിൻ്റെ സഹായം വേണം. 6 സ്റ്റീം എൻജിൻസ് യൂസ് ചെയ്തുകൊണ്ടാണ് ഈ ഒരു മെഷീൻ വർക്ക് ചെയ്യുന്നത്. അതുപോലെ തന്നെ പ്രോഗ്രാമബിൾ ആയിട്ടുള്ള ഒരു മെഷീനാണ് അനലിറ്റിക്കൽ എഞ്ചിൻ. ദ അനലിറ്റിക്കൽ എഞ്ചിൻ ഫോം ദ ബേസിസ് ഫോർ ഓൾ മോഡേൺ കമ്പ്യൂട്ടേഴ്സ്. അപ്പോൾ നമ്മളിപ്പോൾ ഉപയോഗിക്കുന്ന എല്ലാ മോഡേൺ കമ്പ്യൂട്ടേഴ്സിൻ്റെയും അടിസ്ഥാനം എന്ന് പറയുന്നത് അനലിറ്റിക്കൽ എഞ്ചിനാണ്. അതായത് നമ്മളുടെ ഇപ്പോഴത്തെ മോഡേൺ കമ്പ്യൂട്ടേഴ്സിൻ്റെ എല്ലാം ബേസിസ് എന്ന് പറയുന്നത് അനലിറ്റിക്കൽ എഞ്ചിനാണ്. ഹെൻസ് ചാൾസ് ബാബേജ് ഈസ് നോൺ ആസ് ഫാദർ ഓഫ് കമ്പ്യൂട്ടർ. അതുകൊണ്ടാണ് ചാൾസ് ബാബേജിനെ ഫാദർ ഓഫ് കമ്പ്യൂട്ടേഴ്സ് എന്ന് വിളിക്കുന്നത്, കമ്പ്യൂട്ടറിൻ്റെ പിതാവ് എന്ന് വിളിക്കുന്നത്. അപ്പം നമ്മൾ 6ാമതായിട്ട് പറഞ്ഞ ഡിവൈസാണ് അനലിറ്റിക്കൽ എഞ്ചിൻ. ഇത് ഡെവലപ്പ് ചെയ്തത് 1832 ചാൾസ് ബാബേജാണ്. ഒരു സൈസ് വളരെ കൂടുതലുള്ള, നമ്മളുടെ ഒരു വീട് പോലെ തന്നെ വളരെ വലിപ്പമുള്ള ഒരു മെഷീനാണ് അനലിറ്റിക്കൽ എഞ്ചിൻ. 6 ആവി എൻജിൻസ് യൂസ് ചെയ്തുകൊണ്ട് വർക്ക് ചെയ്യുന്ന ഒരു മെഷീനാണിത്. പ്രോഗ്രാമബിൾ ആണ്. അതുപോലെ തന്നെ നമ്മളുടെ ഇപ്പോൾ ഉപയോഗിക്കുന്ന എല്ലാ മോഡേൺ കമ്പ്യൂട്ടേഴ്സിൻ്റെയും ബേസിസ് എന്ന് പറയുന്നത് അനലിറ്റിക്കൽ എഞ്ചിനാണ്. അതുകൊണ്ടാണ് ഈ അനലിറ്റിക്കൽ എഞ്ചിനും കണ്ടുപിടിച്ച സയൻറ്റിസ്റ്റ് ചാൾസ് ബാബേജിനെ ഫാദർ ഓഫ് കമ്പ്യൂട്ടർ എന്ന് വിളിക്കുന്നത്. ഇവിടെ നമ്മൾ കാണുന്നത് അനലിറ്റിക്കൽ എഞ്ചിൻ്റെ ഒരു പിക്ചറാണ്. അപ്പോൾ ഇത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാം ഇത് വളരെ വലിപ്പമുള്ള ഒരു മെഷീനാണ്. കണ്ടാലോ, ഇപ്പോൾ ഒത്തിരി വലിപ്പമുണ്ട്, ഒരു വീട് പോലെ തന്നെ. ഇപ്പോൾ നമ്മൾ ഫോട്ടോയിൽ കാണുന്നത് പോലെയാണ് കുറച്ചുകൂടി ചെറുതായിട്ട് നമുക്ക് തോന്നുന്നത്. വളരെ വലിപ്പമുള്ള ഒരു മെഷീനാണ് അനലിറ്റിക്കൽ എഞ്ചിൻ. നെക്സ്റ്റ്, പഞ്ച്ഡ് കാർഡ്സ്. അമേരിക്കൻ ഇൻവെൻറ്റർ ഹെർമൻ ഹോളിറിത്ത് ഡെവലപ്ഡ് പഞ്ച്ഡ് കാർഡ് സിസ്റ്റം ഫോർ സ്റ്റോറിംഗ് ആൻഡ് റിട്രീവിംഗ് ഡേറ്റ. അതായത് ഒരു അമേരിക്കൻ ഇൻവെൻറ്ററാണ് ഹെർമൻ ഹോളിറിത്ത്. ഡെവലപ്പ് ചെയ്ത ഒരു മെഷീനാണ്, ഒരു കാർഡ് സിസ്റ്റമാണ് പഞ്ച്ഡ് കാർഡ് എന്ന് പറയുന്നത്. ഫോർ സ്റ്റോറിംഗ് ആൻഡ് റിട്രീവിംഗ് ഡേറ്റ. ഡേറ്റയെ സ്റ്റോർ ചെയ്ത് വെക്കാനും സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്ന ഡേറ്റയെ റിട്രീവ് ചെയ്യാനും കഴിവുള്ള പറ്റുന്ന ഒരു മെഷീനാണ് അല്ലെങ്കിൽ ഒരു സിസ്റ്റമാണ് പഞ്ച്ഡ് കാർഡ് എന്ന് പറയുന്നത്. അപ്പോൾ പഞ്ച്ഡ് കാർഡ് ഡെവലപ്പ് ചെയ്തത് അമേരിക്കൻ ഇൻവെൻറ്ററായിട്ടുള്ള ഹെർമൻ ഹോളിറിത്ത് ആണ്. ഇവിടെ ഇൻഫർമേഷൻസിനെ അല്ലെങ്കിൽ ഡേറ്റയെ സ്റ്റോർ ചെയ്യാനും റിട്രീവ് ചെയ്യാനും പറ്റുന്ന ഒരു കാർഡ് സിസ്റ്റമാണ് പഞ്ച്ഡ് കാർഡ് എന്ന് പറയുന്നത്. ഹോളിറിത്ത് ഡെവലപ്ഡ് എ പഞ്ച്ഡ് കാർഡ് ദാറ്റ് വുഡ് കണ്ടെയ്ൻ ഡേറ്റ കോഡഡ് ഇൻ ദ ഫോം ഓഫ് പഞ്ച്ഡ് ഹോൾസ്. ഇവിടെ ഡേറ്റയെ സ്റ്റോർ ചെയ്തിരിക്കുന്നത് പഞ്ച്ഡ് ഹോൾസ് ഫോമിലാണ്. പഞ്ച്ഡ് ഹോൾസ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു രഹസ്യ ഭാഷ അനുസരിച്ച് ദ്വാരങ്ങളാണ്, ഹോൾസ് ഇട്ടിരിക്കുകയാണ് ഈ കാർഡിൽ. അപ്പം രഹസ്യ ഭാഷ എന്ന് പറയുന്നത് ഒരു കോഡാണ്. അപ്പോൾ ആ കോഡിനെ ബേസ് ചെയ്തുകൊണ്ട് നമ്മുടെ ഈ കാർഡിനകത്തിൽ ഹോൾസ് ഇട്ടുകൊണ്ടാണ് ഇൻഫർമേഷൻസ് അല്ലെങ്കിൽ ഡേറ്റയെ ഇതിലേക്ക് സ്റ്റോർ ചെയ്യുന്നത്. അപ്പോൾ ഹോളിറിത്ത് ഡെവലപ്ഡ് എ പഞ്ച് കാർഡ് ദാറ്റ് വുഡ് കണ്ടെയ്ൻ ഡേറ്റ കോഡഡ് ഇൻ ദ ഫോം ഓഫ് പഞ്ച്ഡ് ഹോൾസ്. ഹി ഓൾസോ ബിൽറ്റ് ദ ടാബുലേറ്റിംഗ് മെഷീൻ ടു റീഡ് ദ കാർഡ് ആൻഡ് പ്രോസസ്സിംഗ് ദ ഡേറ്റ. ഈ കാർഡിൽ സ്റ്റോർ ചെയ്തിരിക്കുന്ന ഡേറ്റയെ റീഡ് ചെയ്യാനും ആ ഡേറ്റയെ പ്രോസസ്സിംഗ് ചെയ്യാനും വേണ്ടി ഒരു ടാബുലേറ്റിംഗ് മെഷീനും അദ്ദേഹം ഡെവലപ്പ് ചെയ്തു. ഇവിടെ പഞ്ച്ഡ് കാർഡിൽ പറയുന്നത് ഡെവലപ്പ് ചെയ്തത് അമേരിക്കൻ ഇൻവെൻറ്ററായിട്ടുള്ള ഹെർമൻ ഹോളിറിത്ത് ആണ്. ഡേറ്റയെ സ്റ്റോർ ചെയ്യാനും ഡേറ്റയെ റിട്രീവ് ചെയ്യാനും കഴിവുള്ള ഒരു കാർഡ് സിസ്റ്റമാണ് പഞ്ച്ഡ് കാർഡ്. ഇവിടെ ഹോളിറിത്ത് പഞ്ച്ഡ് കാർഡ് ഡെവലപ്പ് ചെയ്തിരിക്കുന്നത് എങ്ങനെയാണ്? അതിനകത്തിലേക്ക് ഒരു കോഡ് യൂസ് ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ ഒരു കോഡിനെ ബേസ് ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ കോഡ് ഭാഷ അനുസരിച്ച് അതിൽ ആ കാർഡിനകത്തിൽ ഹോൾസ് ഇട്ടുകൊണ്ടാണ് നമ്മൾ ഹോൾസ് ഇട്ടിരിക്കുന്ന ഒരു കാർഡാണ് പഞ്ച്ഡ് കാർഡ് എന്ന് പറയുന്നത്. ഈ കാർഡിന് എന്ത് ചെയ്യാൻ സാധിക്കും? ഒരു ടാബുലേറ്റിംഗ് മെഷീൻ യൂസ് ചെയ്തുകൊണ്ട് ആ ഡേറ്റയെ റീഡ് ചെയ്യാനും ഡേറ്റയെ പ്രോസസ്സിംഗ് നടത്താനും സാധിക്കും. അതാണ് പഞ്ച്ഡ് കാർഡ് സിസ്റ്റം. പഞ്ച്ഡ് കാർഡ് സിസ്റ്റം ഡെവലപ്പ് ചെയ്തത് അമേരിക്കൻ ഇൻവെൻറ്ററായിട്ടുള്ള ഹെർമൻ ഹോളിറിത്ത് ആണ്. ഇവിടെ ഡേറ്റയെ സ്റ്റോർ ചെയ്യാനും ഡേറ്റയെ റിട്രീവ് ചെയ്യാനും കഴിയുന്ന ഒരു മെഷീനാണ് പഞ്ച്ഡ് കാർഡ്. ഇപ്പോൾ ഹോളിറിത്ത് ഇവിടെ പഞ്ച്ഡ് കാർഡിൽ ഒരു കോഡ് യൂസ് ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ കോഡിൻ്റെ ബേസിസിൽ ഹോൾസ് ഇട്ടിട്ടാണ്, ആ ഹോൾസ് വെച്ചാണ് പഞ്ച്ഡ് കാർഡ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ഈ പഞ്ച്ഡ് കാർഡിൽ സ്റ്റോർ ചെയ്തിരിക്കുന്ന ഡേറ്റയിൽ പ്രോസസ്സിംഗ് നടത്താനും ആ ഡേറ്റയെ റീഡ് ചെയ്യാനും ഒക്കെ ആവശ്യമായ ഒരു ടാബുലേറ്റിംഗ് മെഷീനും അമേരിക്കൻ ഇൻവെൻറ്ററായ ഹെർമൻ ഹോളിറിത്ത് ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്.
ഇനിയും കാണിച്ചിരിക്കുന്നത് പഞ്ച്ഡ് കാർഡിൻ്റെ ഒരു ഫിഗറാണ്. പഞ്ച്ഡ് കാർഡിൻ്റെ ഫിഗർ കണ്ടറിയ ഒരു കാർഡാണ്. അതിനകത്തിൽ ഹോൾസ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഈ ഹോൾസ് വർക്ക് ചെയ്യുന്നത് എന്താണ്? ഈ ഹോൾസ് എന്ന് പറയുന്നത് ഒരു കോഡിനെ ബേസ് ചെയ്തുകൊണ്ടാണ് ഹോൾസ്. അപ്പം ഇതിനകത്തിൽ നിന്ന് നമുക്ക് ഡേറ്റയെ റീഡ് ചെയ്യാനും അല്ലെങ്കിൽ ഡേറ്റയെ സ്റ്റോർ ചെയ്യാനും അതിനെ റീഡ് ചെയ്യാനും അല്ലെങ്കിൽ റിട്രീവ് ചെയ്യാനും പ്രോസസ്സിംഗ് നടത്താനും ഒക്കെ കഴിവുള്ള ഒരു കാർഡാണ് പഞ്ച്ഡ് കാർഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയുമാണ് നമ്മൾ ഹിസ്റ്ററി ഓഫ് കമ്പ്യൂട്ടറിൽ പഠിക്കാനുള്ളത്. ഇപ്പോൾ ഹിസ്റ്ററി ഓഫ് കമ്പ്യൂട്ടറിൽ നമ്മൾ പഠിച്ചത് 7 ഡിവൈസുകളാണ്. ഫസ്റ്റ് പറഞ്ഞത് അബാക്കസ് ആണ്. സെക്കൻഡ് നേപ്പിയേഴ്സ് ബോൺ. തേർഡ് സ്ലൈഡ് റൂൾ. ഫോർത്ത് പാസ്കലൈൻ. ഫിഫ്ത്ത് ഡിഫറൻസ് എൻജിൻ. സിക്സ്ത് അനലിറ്റിക്കൽ എൻജിൻ. ലാസ്റ്റ് വൺ പറഞ്ഞത് പഞ്ച്ഡ് കാർഡാണ്. അപ്പം ഇത്രയും ഡിവൈസുകൾ ഒന്നൊന്നായി ഡെവലപ്പ് ചെയ്തതിന് ശേഷമാണ് നമ്മളുടെ ഇപ്പോഴത്തെ മോഡേൺ കമ്പ്യൂട്ടർ എന്ന ഡിവൈസിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്നത്. അപ്പം നമ്മുടെ മോഡേൺ കമ്പ്യൂട്ടർ, നമ്മളിപ്പോൾ ഉപയോഗിക്കുന്ന മോഡേൺ കമ്പ്യൂട്ടർ എന്ന് പറയുന്ന ഡിവൈസ് നേരിട്ട് കണ്ടുപിടിക്കുകയല്ലായിരുന്നു. അതിന് മുൻപ് തന്നെ സിമ്പിളായിട്ടുള്ള ഓരോരോ കാൽക്കുലേഷൻസ് ചെയ്യുന്ന ഓരോ ഡിവൈസുകൾ കണ്ടുപിടിച്ചാണ് നമ്മളുടെ ഇപ്പോഴത്തെ മോഡേൺ കമ്പ്യൂട്ടറിലേക്ക് എത്തിച്ചേർന്നത്. അപ്പോൾ ഇത്രയുമാണ് നമ്മളുടെ ഹിസ്റ്ററി ഓഫ് കമ്പ്യൂട്ടർ എന്ന ടോപ്പിക്കിൽ നമുക്ക് പഠിക്കാനുള്ളത്. അപ്പം നമ്മളിവിടെ ഫസ്റ്റ് മോഡ്യൂളിലെ 2 പാർട്ട് അല്ലെങ്കിൽ 2 ചാപ്റ്ററാണ് പഠിച്ചത്. ഫസ്റ്റ് നമ്മൾ പഠിച്ചത് കമ്പ്യൂട്ടറിനെ കുറിച്ച് അടിസ്ഥാനമായ കാര്യങ്ങൾ, ബേസിക് ആയിട്ടുള്ള കുറേ കാര്യങ്ങളായിരുന്നു. കമ്പ്യൂട്ടർ എന്താണ്, അതിൻ്റെ ഫീച്ചേഴ്സ്, അതുപോലെ തന്നെ ഡിസഡ്വാൻറ്റേജസ്, അതിൻ്റെ ആപ്ലിക്കേഷൻസ് ഒക്കെ പറഞ്ഞു. സെക്കൻഡ് പാർട്ടിൽ ഹിസ്റ്ററി ഓഫ് കമ്പ്യൂട്ടേഴ്സ് ആയിരുന്നു. അതായത് കമ്പ്യൂട്ടറിൻ്റെ ചരിത്രം, കമ്പ്യൂട്ടർ എന്ന ഡിവൈസിലേക്ക് എത്തിച്ചേരുന്നതിന് മുൻപേ, മോഡേൺ കമ്പ്യൂട്ടറിലേക്ക് എത്തിച്ചേരുന്നതിന് മുൻപേ ഏതെല്ലാം ഡിവൈസുകളിലൂടെ കടന്നുപോയാണ് നമ്മളുടെ കമ്പ്യൂട്ടറിലേക്ക് എത്തിച്ചേർന്നത് എന്നുള്ളതാണ് ഇവിടെ നമ്മൾ പഠിച്ചത്. താങ്ക് യു.